അതായത് നമ്മുടെ കോഴ്സിന്റെ പേരാണ് ഡേറ്റ ഡ്രിവൺ AI ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നാണ് നമ്മുടെ കോഴ്സിന്റെ പേര്. ഡേറ്റ ഡ്രിവൺ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ്. അപ്പോ നമ്മൾ ഈ വീക്കിലും അടുത്ത വീക്കിലും ഡേറ്റ ഡ്രിവൺ ടോപ്പിക് ആണ് പഠിക്കുക. ഡേറ്റ ഡ്രിവൺ ടോപ്പിക്. നിങ്ങൾ ആരും പേടിക്കേണ്ട. കുറച്ച് നിങ്ങൾക്ക് നമ്മൾ ബേസിക്കലി പഠിക്കുന്നത് എക്സലും പവർ ബി ആണ്. മൈക്രോസോഫ്റ്റിന്റെ എക്സലും പവർ ബി എം ഇത് വെച്ചിട്ടാണ് നമ്മൾ ഡേറ്റകളെ കുറിച്ചിട്ടുള്ള ഇന്റർപ്രിട്ടേഷൻ എന്താണെന്നൊക്കെ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് അതിനെ കുറിച്ച് മനസ്സിലാവും. ഞാനിതൊരു 10 മിനിറ്റ് ആണ് ഇൻട്രൊഡക്ഷൻ, പിന്നെ ഞാൻ എക്സലിലേക്ക് തന്നെ വരും. അപ്പൊ ഈ ഡേറ്റ ഡ്രിവൺ എന്ന് പറയുന്ന ടോപ്പിക് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഫസ്റ്റ് ബാച്ചാണിത്. ഞാൻ ഫസ്റ്റ് ഒരു ബാച്ചിനാണ് ആദ്യമായിട്ടാണ് ഈ ഡേറ്റ ഡ്രിവന്റെ ടോപ്പിക് ഇൻക്ലൂഡ് ചെയ്തേക്കണം. അങ്ങനെ പഠിപ്പിക്കുന്നത് ഞാൻ ബിസിനസ് അനലിറ്റിക്സ് വേറെ ആൾക്കാർക്ക് എടുക്കുന്നുണ്ടെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റേഴ്സിന് ഡേറ്റ ഡ്രിവൺ പഠിപ്പിക്കുന്നത് ആദ്യമായിട്ട് നിങ്ങളുടെയാണ് ആ ബാച്ച്. അപ്പൊ ഞാൻ എനിക്ക് ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. പല രാജ്യങ്ങളിലും പലയിടത്തൊക്കെ വർക്ക് ചെയ്യാനുള്ള ഇതുണ്ട്. അപ്പൊ ഞാൻ മനസ്സിലാക്കിയതാണ് ഒരു ഡേറ്റ ഡ്രിവൺ ആണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ട്രെൻഡ്. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു കേരളത്തിൽ ആരും തന്നെ ഡേറ്റ ഡ്രിവൺ ടോപ്പിക് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ. അപ്പൊ അതാണ് നമ്മളിത് അതുപോലെ തന്നെ അങ്ങനത്തെ പല പുതിയ ന്യൂ ടോപ്പിക്സ് നമ്മൾ ഇഷ്ടംപോലെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. CRM ഒക്കെ ഉണ്ട്, ഓട്ടോമേഷൻ ഉണ്ട്, ഒക്കെ നമ്മൾ പേഴ്സണൽ ബ്രാൻഡിങ് ഇതൊക്കെ നമ്മൾ കമ്മിങ് ഡേയ്സിൽ പഠിക്കും. പക്ഷേ ഈ വീക്കും അടുത്ത വീക്കും നമ്മൾ കംപ്ലീറ്റ്ലി ഫോക്കസ് ചെയ്യുന്നത് ഡേറ്റ ഡ്രിവൺ ടോപ്പിക്കാണ്. ഇപ്പൊ എന്താണ് ബിസിനസ് അനലിറ്റിക്സ്, എന്താണ് ഇതിനെ കുറിച്ചിട്ടൊക്കെയാണ്, അല്ലെങ്കിൽ ഡേറ്റ ഡ്രിവൺ എന്താണ്, നിങ്ങൾക്ക് കുറച്ച് കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടാവും. അതൊക്കെ ക്ലാസ് കഴിയുമ്പോൾ ക്ലിയർ ആയിക്കോളും. എന്താണ് ഡേറ്റ, എന്താണ് ബിസിനസ് അനലിറ്റിക്സ്, ഇതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ വീക്കും അടുത്ത വീക്കിലും പഠിക്കുന്നത്. അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. അപ്പൊ ഇങ്ങനത്തെ ഇത്രയും കൂടി സ്കില്ലുള്ളപ്പോൾ നിങ്ങൾക്ക് മാർക്കറ്റിൽ അത്രയ്ക്ക് ഒരു ഡിമാൻഡ് വരും. നിങ്ങൾക്ക് ജോബ് കിട്ടാനായാലും ശരി, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഡെപ്തിൽ കുറച്ചും കൂടി ആക്യുറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് പല ക്യാമ്പയിൻസും ചെയ്യാനും പറ്റും. അതുകൊണ്ടാണ് നമ്മൾ ഈ ഡേറ്റ ഡ്രിവൺ എന്ന് പറഞ്ഞ ടോപ്പിക് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് ബിസിനസ് അനലിറ്റിക്സ്, എന്താണ് ഡേറ്റ ഡ്രിവൺ, ഇതൊക്കെയാണ് നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഇതൊക്കെ മനസ്സിലായിക്കോളും. ഓക്കെ, അപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ബിസിനസ് അനലിറ്റിക്സ് കേട്ടോ. ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പൊ നമ്മളിവിടെ പഠിക്കുന്നതാണ് എന്താണ് പവർ ബി ഐനെ കുറിച്ച് പഠിക്കും. ഇത് കോഡിംഗ് ആവശ്യമുണ്ടോ, കമ്പനീസ് എന്താണ് ഡേറ്റ അനലിസ്റ്റ്, എന്താണ് പവർ ബി ഐ എക്സൽ, അല്ലെങ്കിൽ ടോപ്പ് 10 വെബ്സൈറ്റ് ടു ഗെറ്റ് ഡേറ്റ സെറ്റ്, ഇൻഡസ്ട്രി ആൻഡ് ബിഗ് ബ്രാൻഡ്, അങ്ങനത്തെ പല ഇതുമായി ബന്ധപ്പെട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കണം. നമുക്കറിയാം എന്താണ് ഡേറ്റ. ഡേറ്റ, information technology, statistical analysis, quantitative method, computer-based model. These all are combined for decision makers, all the possible scenarios to make well thought and researched decision. എന്താണ് നിങ്ങൾ ചോദിച്ചത്? നിങ്ങൾ പേടിക്കേണ്ട കേട്ടോ, ഇതൊന്നും കണ്ട് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. അതുകൊണ്ടാണ് പേടിക്കേണ്ടത്. എന്താണ് ബിസിനസ് അനലിറ്റിക്സ് എന്ന് പറഞ്ഞാൽ, അത് നമ്മുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ ഡേറ്റ ഡ്രിവന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഒരു ക്യാമ്പയിൻ ചെയ്തു, അല്ലെങ്കിൽ ഒരു ക്യാമ്പയിൻ പോട്ടെ, നിങ്ങളൊരു എഡ്യൂക്കേഷൻ സ്ഥാപനത്തിന് വേണ്ടിയിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യാൻ പോവാണ്. ഓക്കെ, നിങ്ങളുടെ അടുത്തൊരു ക്ലയന്റ് വന്നു, അവർ എഡ്യൂക്കേഷൻ സ്ഥാപനം നടത്തുന്നവരാണ്. അവർ വന്നു നിങ്ങൾ അവർക്ക് വേണ്ടി ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യാൻ പോവുകയാണോ? ഈ സിനാരിയോ എല്ലാവർക്കും ക്ലിയർ ആണോ? നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. നിങ്ങളുടെ അടുത്തൊരു എഡ്യൂക്കേഷൻ സ്ഥാപനം വന്നു, നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യാൻ പോവാണ്. നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, നോർമലി നമ്മളെല്ലാവരും ചോദിക്കും, നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസ് ആരാണ്? ഇതിൽ ടാർഗറ്റ് ഓഡിയൻസ് ആരാന്ന് അറിയാത്തവർ ആരെങ്കിലും ഉണ്ടോ? സുഹൈറ, ടാർഗറ്റ് ഓഡിയൻസ് ആരാന്നറിയോ? ആരെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്? ടാർഗറ്റ് ഓഡിയൻസ്. അപ്പൊ നമ്മളൊരു ക്യാമ്പയിൻ ഒക്കെ ചെയ്യുമ്പോൾ ആരാണ് ടാർഗറ്റ് ഓഡിയൻസ് എന്നൊക്കെ പഠിക്കും, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ചൊക്കെ പഠിക്കും. ദാറ്റ് ഈസ് ഫൈൻ. നമ്മൾ ചോദിച്ചു പഠിക്കുന്നു,
നമ്മൾ എന്നിട്ട് അവരെ നമ്മൾ ക്യാമ്പയിനൊക്കെ ചെയ്ത് നമ്മളതൊക്കെ പഠിക്കും. ചിലർ സോഷ്യൽ മീഡിയ പഠിച്ചവരുണ്ട്, പഠിക്കാത്തവരൊക്കെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടും. അല്ലെങ്കിൽ ഗൂഗിൾ ആഡ് ഉണ്ട്, അത് പഠിക്കുമ്പോൾ കുറേ കൂടി ക്ലാരിറ്റി കിട്ടും. എല്ലാം നിങ്ങൾ ഓരോന്നൊന്ന് കിട്ടി വന്നോളും. അപ്പൊ നിങ്ങളൊരു എഡ്യൂക്കേഷൻ സ്ഥാപനത്തിൽ ചെയ്യാൻ ചെന്നപ്പോൾ നിങ്ങൾ നോർമലി അവരോട് ചോദിച്ചു പഠിക്കുക എന്തൊക്കെയാണെന്ന്. അടുത്തൊരു ലെവൽ എന്ന് പറയുന്നത് നിങ്ങൾ അവരുടെ ഡേറ്റ എടുക്കണം. അവരുടെ എന്താണ് ഡേറ്റ? അവരുടെ ഡേറ്റ എന്ന് പറയുന്നത് നിങ്ങൾ അവരോട് ചോദിക്കണം, നിങ്ങൾ എത്ര വർഷമായി ഈ എഡ്യൂക്കേഷൻ സ്ഥാപനം തുടങ്ങിയിട്ട്? അപ്പോൾ അവർ പറയും ഞങ്ങളൊരു 10 വർഷമായി. നിങ്ങൾ അവരോട് ചോദിക്കണം, ആദ്യത്തെ വർഷം നിങ്ങൾക്ക് എത്ര അഡ്മിഷൻസ് ഉണ്ടായി? രണ്ടാമത്തെ വർഷം എത്ര അഡ്മിഷൻസ് ഉണ്ടായി? മൂന്നാമത്തെ വർഷം എത്ര അഡ്മിഷൻസ് ഉണ്ടായി? നാലാമത്തെ വർഷം എത്ര അഡ്മിഷൻസ് ഉണ്ടായി? ഏതൊക്കെ കോഴ്സിനാണ് ഏറ്റവും കൂടുതൽ അഡ്മിഷൻ? ഇപ്പോൾ ഒരു എഡ്യൂക്കേഷൻ സ്ഥാപനമാണ്, BBA-ക്കാണോ ഏറ്റവും കൂടുതൽ അഡ്മിഷൻ? MBA-ക്കാണോ ഏറ്റവും കൂടുതൽ അഡ്മിഷൻ? ഇനി അവരോട് ചോദിക്കണം, ഏത് ഡിസ്ട്രിക്റ്റിൽ നിന്നാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അഡ്മിഷൻ? ക്ലിയർ? ഇതിനെയാണ് ഡേറ്റ എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞത് മനസ്സിലായോ ആർക്കെങ്കിലും? ആർക്കെങ്കിലും വേണ്ടി ചോദിച്ചോളൂ. നമ്മൾ ഇതിന്റെ പ്രാക്ടിക്കൽ ചെയ്യാൻ പോകണം. ഞാൻ ഒരു തിയറി ആസ്പെക്ട് പറയുന്നത്, ഞാൻ പ്രാക്ടിക്കലാണ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ വെറും ഒരു നോർമൽ ഒരു ബേസിക് ഡിജിറ്റൽ മാർക്കറ്റിന്റെ അപ്രോച്ച് ചെയ്യരുത്. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ബേസിക് ഡിജിറ്റൽ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ അവരൊരു ദിവസം കൊണ്ട് തന്നെ ക്യാമ്പയിൻ ചെയ്യും. ഓക്കെ, അവര് ഒരു ദിവസം കൊണ്ട് തന്നെ ക്യാമ്പയിൻ ചെയ്യും. അതാണ് ബേസിക് ഡിജിറ്റൽ മാർക്കറ്റ്. നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ചെയ്ത് നിങ്ങൾക്ക് ഫെയിലിയർ ആയിരിക്കും. നിങ്ങൾ കൃത്യമായി പഠിക്കുക. ആ പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് അനലിറ്റിക്കൽ സ്കില്ല് വേണം. അത് നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ ഡേറ്റ സ്കില്ല് വേണം. ബിസിനസ് അനലിറ്റിക്സ്, അതാണ് ആ കമ്പനിയുടെ സ്ഥാപനത്തിലെ ബിസിനസ് ഡേറ്റകളാണ്. അതാണ് ബിസിനസ് അനലിറ്റിക്സ് എന്നൊക്കെ പറയണത്. അപ്പൊ ആ ഡേറ്റകൾ എടുത്ത് നിങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഏറ്റവും കൂടുതൽ ബിസിനസ് നടക്കുന്നത് ചിലപ്പോൾ ജനുവരി ഫെബ്രുവരിയിലായിരിക്കും. ക്ലിയർ ആയോ? അതാണ് ഒരു ഇൻസൈറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവും ഏറ്റവും കുറവ് ബിസിനസ് നടക്കുന്നത് ചിലപ്പോൾ ഡിസംബറിലായിരിക്കും. അതാണ് വേറൊരു ഇൻസൈറ്റ് എന്ന് പറയുന്നത്. ചിലപ്പോൾ നിങ്ങൾക്കത് അനലൈസ് ചെയ്തപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഏറ്റവും കൂടുതൽ 10 വർഷമായിട്ട് ഏറ്റവും കൂടുതൽ ബിസിനസ് വന്നിരിക്കുന്നത് എറണാകുളം ആലപ്പുഴ ഡിസ്ട്രിക്റ്റിൽ നിന്നായിരിക്കും. അപ്പൊ അതാണ് വേറൊരു ഇൻസൈറ്റ്. അതാണ് ബിസിനസ് അനലിറ്റിക്സ് എന്ന് പറയുക. അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് ക്യാമ്പയിൻസ് ചെയ്യാൻ പറ്റും. അതനുസരിച്ച് നിങ്ങൾക്ക് പ്ലാനുകൾ ചെയ്യാൻ പറ്റും. അതാണ് ഡേറ്റ എന്ന് പറയുന്നത്. ആർക്കെങ്കിലും ഡേറ്റ എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? മനസ്സിലായി സർ. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാട്ടോ. ചിലവർക്ക് മനസ്സിലായെന്ന് ഓർത്ത് ചിലവർക്ക് മനസ്സിലാവണം എന്നില്ല. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ക്ലിയർ ആണോ? സുഹൈറ ക്ലിയർ ആണോ? ക്ലിയർ ആണ് സർ. ഗുഡ്. ആർക്കും ഞാനൊന്നും പറഞ്ഞില്ല. ഞാൻ വളരെ സിമ്പിൾ കാര്യം പറഞ്ഞേ. നമ്മൾക്ക് നമ്മുടെ ഒരു ക്യാമ്പയിൻ ചെയ്യുമ്പോൾ നിങ്ങൾ അവിടുത്തെ ഡേറ്റകൾ എടുത്ത് പഠിക്കണം. അത്ര ഞാൻ പറഞ്ഞുള്ളൂ. സിമ്പിൾ കാര്യമാണ്. നിങ്ങൾ ഏത് പ്രൊജക്റ്റാണോ ചെയ്യുന്നത്, ഇനിയിപ്പോൾ ഒരു ഇ-കൊമേഴ്സ് ആണെങ്കിൽ നിങ്ങൾ ഏതൊക്കെ പ്രൊഡക്റ്റിനാണ് ഏറ്റവും കൂടുതൽ കച്ചവടം എന്ന് പഠിക്കണം, ഏതൊക്കെ സ്ഥലത്താണ് ഏറ്റവും കൂടുതൽ വരണമെന്ന് പഠിക്കണം. അതാണ് നമ്മൾ. അപ്പോൾ ഇവിടെ നമ്മൾ പഠിക്കുന്നത് എന്താ? നമ്മൾ ഡേറ്റകൾ എടുത്ത് പഠിക്കണം. നമുക്ക് ഗൂഗിളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. അതാണ് നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലുള്ള ഡേറ്റ ഡ്രിവൺ എന്ന് പറയുന്നത്. അത് അതാണ് ഡേറ്റ ഡ്രിവൺ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി, ഞാൻ അനലൈസ് ചെയ്തപ്പോൾ മനസ്സിലായി ഏറ്റവും കൂടുതൽ വരുന്നത് എറണാകുളം അല്ലെങ്കിൽ ആലപ്പുഴ ഡിസ്ട്രിക്റ്റിൽ നിന്നാണ്. അവിടെ നിങ്ങൾ കൂടുതൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുക. അതാണ് ഡേറ്റ ഡ്രിവൺ ഡിസിഷൻ എന്ന് പറയാ. അതാണ് ഡേറ്റ ഡ്രിവൺ ഡിസിഷൻ, അല്ലെങ്കിൽ അതിനെ പറയുന്നതാണ് ഡേറ്റ ഡ്രിവൺ ഡിജിറ്റൽ മാർക്കറ്റിംഗ്. നിങ്ങൾ ഡേറ്റകൾ എടുത്ത് പഠിച്ചതിന് ശേഷം നിങ്ങൾ അവിടേക്ക് മാത്രം ഒപ്റ്റിമൈസ് ചെയ്ത് ക്യാമ്പയിൻ ചെയ്യുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ആക്യുറസി റേറ്റ് പഴയതിനേക്കാളും കുറച്ചും കൂടി കൂടും. നിങ്ങൾക്ക് കുറച്ച് എഫക്റ്റീവ്ലി ക്യാമ്പയിൻ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് എററിന്റെ ചാൻസ് പെർസെൻറ്റേജ് കുറവാവും. അതാണ് ഡേറ്റ ഡ്രിവൺ എന്ന് പറയുന്നത്. എന്താണ് ഡേറ്റ ഡ്രിവൺ എന്ന് മനസ്സിലായോ?
പറയൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ പ്ലീസ്. എല്ലാവർക്കും ക്ലിയർ ആണോ? ആരും പറയാത്തത്? ക്ലിയർ ആണ്. ഓക്കെ. ക്ലിയർ ആണ് സർ. ഡാറ്റ എന്ന് പറയുന്നത് നമ്മൾ ഈ ഡാറ്റാസിനെ ക്ലാസിഫൈ ചെയ്യാന്നുള്ളതല്ലേ പറയുന്നത്? ക്ലാസിഫൈ ചെയ്ത് നിങ്ങൾ അതിൻ്റെതായ ഒരു അനാലിസിസ് നടത്തി നിങ്ങളുടേതായ ഒരു ഐഡിയ ഉണ്ടാക്കുക, ഒരു ഇൻസൈറ്റുകൾ കിട്ടും നിങ്ങൾക്ക്. ഓക്കെ. ക്ലിയർ ആയോ? ഇപ്പൊ ഫാത്തിമ നിങ്ങളുടെ ബിസിനസ് ചെയ്യുന്നു. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് ഞാൻ നേരത്തെ ചോദിച്ചു എവിടുന്നാണ് ഏറ്റവും കൂടുതൽ ബിസിനസ്സുകൾ വരുന്നത്, ഏത് ഏജിലുള്ളവരാണ് വരുന്നത്, അത് നിങ്ങൾ നിങ്ങളുടെ റിയൽ ഡേറ്റയിൽ എടുത്ത് പഠിക്കണം. മറ്റൊരു ക്യാമ്പയിൻ നിങ്ങൾക്ക് തന്നെ ഡേറ്റ എടുക്കാം. നിങ്ങൾക്ക് ഓരോ കസ്റ്റമർ എടുത്തിട്ട് നിങ്ങൾ പഠിക്കണം. അങ്ങനെ നിങ്ങളെ പഠിച്ച് നിങ്ങളെ പഠിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ആ ഡേറ്റകളൊക്കെ നിങ്ങൾ ഒരു എക്സൽ ഷീറ്റിലേക്ക് ആക്കണ്ടേ? ആക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഒരു വ്യൂ കിട്ടണം. അതാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ വ്യൂ. ഒരു പൈ ചാർട്ട് പോലെ കിട്ടുമ്പോൾ അറിയാൻ പറ്റും. ഇപ്പൊ എറണാകുളം ജില്ലയുടെ അത് ഏറ്റവും വലുതായിട്ട് ഇരിക്കണം. അപ്പൊ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പൊ അതാണ് പൈ ചാർട്ട്. അതിലേക്കാണ് നമ്മൾ വരുന്നത്. അതാണ് വിഷ്വലൈസേഷൻ. നിങ്ങൾ കണ്ടിട്ടില്ലേ ചില ഗ്രാഫുകൾ, സ്റ്റാറ്റിസ്റ്റിക്സുകൾ കണ്ടിട്ടില്ലേ? നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റൂലേ? ഇപ്പൊ ചില സ്റ്റാറ്റിസ്റ്റിക്സ് കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും കേരളം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ എവിടെ, ഒറ്റ നോട്ടത്തിൽ കാണാം. അതാണ് വിഷ്വലൈസേഷൻ. അതാണ് പവർ BI നമ്മൾ പഠിക്കുന്നത്. നെക്സ്റ്റ് വീക്കിൽ പഠിക്കുന്നതാണ്. ഈ വീക്കിൽ നമ്മൾ പഠിക്കുന്നതാണ് എങ്ങനെയൊക്കെ ഡേറ്റ നമുക്ക് എക്സൽ ഷീറ്റിലേക്ക് ആഡ് ചെയ്യാം. എന്താണ് ഡേറ്റ? ക്ലിയർ ആണോ? ഞാൻ ഒരു ഇൻട്രൊഡക്ഷൻ പറയണതാണ്. നിങ്ങൾ ക്ലാസ് എടുത്തു കഴിഞ്ഞ് കഴിയുമ്പോൾ പ്രാക്ടിക്കലി കാണിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടും. പക്ഷെ എന്താണ് ഇത്, എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഒരു ക്ലാരിറ്റി കിട്ടാനാണ് ഞാനതൊക്കെ പറഞ്ഞത്. കോൺസെപ്റ്റ് ക്ലിയർ ആണോ? നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. കണ്ട ബിസിനസ് അനലിറ്റിക്സ്, ദ സ്കിൽ ടെക്നോളജി പ്രാക്ടീസസ് ഫോർ കണ്ടിന്യൂസ് ഡെവലപ്പിംഗ് ന്യൂ ഇൻസൈറ്റ് and understanding of business performance based on data and statistical method. അതാണ് ബിസിനസ് അനലിറ്റിക്സ് എന്ന് പറയുന്നത്. The practice of exploration of organizations data with emphasis on statistical analysis. Business analytics used to by companies committed to data driven decision making. നിങ്ങൾ ഇതൊന്നും പേടിക്കേണ്ട. നമ്മൾ കുറെ ഡേറ്റ എക്സൽ ഷീറ്റിൽ ഇടുന്നു, അതിന്റെ സ്റ്റാറ്റിസ്റ്റിക്സിൽ വ്യൂ കിട്ടുന്നു, നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും. ഇപ്പൊ ഫാത്തിമയുടെ കുറെ കസ്റ്റമറിന്റെ ഡേറ്റ മൊത്തം എടുത്തിട്ടു, അവരുടെ ഏജ്, ലൊക്കേഷൻ ഒക്കെ ഇട്ടു. അപ്പൊ ഇട്ട് കഴിഞ്ഞപ്പോൾ അതിന്റെ സ്റ്റാറ്റിസ്റ്റിക്കൽ വ്യൂ എടുത്തു കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഏറ്റവും കൂടുതൽ ബിസിനസ് വരുന്നത് മലപ്പുറത്ത് നിന്നാണ്, ഏറ്റവും കൂടുതൽ ബിസിനസ് വരുന്നത് കാലിക്കട്ടാണ്. പക്ഷെ നമ്മൾ ഡിജിറ്റലിൽ ബഡ്ജറ്റ് ഇട്ട് പോയി കഴിഞ്ഞപ്പോൾ ഏറ്റവും കുറവ് മലപ്പുറത്താണ് സ്പെൻഡ് ചെയ്യണമെന്ന് നമുക്ക് മനസ്സിലാവാണ്. അപ്പൊ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? മലപ്പുറത്തെ ബഡ്ജറ്റ് കൂട്ടണം. കാരണം നമുക്ക് അവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ ബിസിനസ് വരുന്നത്. അതാണ് ഡേറ്റ ഡ്രിവൺ ഡിസിഷൻ എന്ന് പറയാ. അങ്ങനെ വരുമ്പോ അതിന്റെ ആക്യുറസി കൂടുതലാവും. ക്ലിയർ ആണോ ഞാൻ പറയണേ? ഇത് കുറച്ചും കൂടി നിങ്ങൾക്ക് നമുക്ക് ഇതൊരു വലിയൊരു ന്യൂ കോൺസെപ്റ്റ്, ആദ്യമായിട്ട് ആരും ചെയ്യാത്തതൊന്നുമല്ല. ഇതെല്ലാവരും ചെയ്യുന്ന ഒരു പ്രാക്ടീസ് ആണ്. ഡിജിറ്റൽ മാർക്കറ്റേഴ്സ് അതിനെ കുറിച്ച് ചിന്തിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. സാധാരണ ബിസിനസ് നടത്തുന്നവർ ചെയ്യുന്നതാണ്. ക്ലിയർ ആയോ? ഇതൊരു റോക്കറ്റ് സയൻസ് ഒന്നുമല്ല. എന്ന് ബിസിനസ് ഉണ്ടോ അന്ന് തൊട്ട് സാധനമുണ്ട്. കാരണം നമ്മൾ നോക്കി പഠിച്ചിട്ടല്ലേ ചെയ്യണേ. നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റേഴ്സിന് വേറൊരു അപ്രോച്ച് ഉണ്ട്, നമ്മുടെ എല്ലാം എന്നുള്ളൊരു ചിന്തയുണ്ട്. അത് മാറ്റാനാണ്. ഇതൊക്കെ നമ്മുടെയാണ്, ഇതൊക്കെ അനലൈസ് ചെയ്യണം. എന്നിട്ടല്ലാണ്ട് വെറുതെ ഒരാൾ പറഞ്ഞു ആഡ് ഇട്ട് ക്യാമ്പയിൻ ഇട്ട് നിങ്ങൾക്ക് റിസൾട്ട് വരില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. നമ്മൾ കുറച്ചും കൂടി നമുക്ക് വലിയ റെസ്പോൺസിബിലിറ്റി ഉണ്ട് ഈ 21st സെഞ്ച്വറി. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. എല്ലാവരും ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്തു, എല്ലാവരും വെറുതെ ആഡ് ചെയ്തു. അത് നിങ്ങൾ കുറച്ചും കൂടി പഠിച്ചിട്ട് ചെയ്യുമ്പോൾ കുറച്ചും കൂടി റിസൾട്ടുകൾ വരും. നിങ്ങൾ പേടിക്കേണ്ട. ഇതിൻ്റെയൊക്കെ എക്സൽ ഷീറ്റിൽ ഡേറ്റ എടുക്കുന്നു, വ്യൂ എടുക്കുന്നു ഒക്കെ ഞാൻ കാണിച്ചു തരും. നിങ്ങളെല്ലാവരും പ്രാക്ടിക്കലി, ഞാൻ ഇപ്പോൾ കുറച്ച് നേരം മാത്രമേ ഇതിൻ്റെ തിയറി പറയണമെന്നുള്ളൂ. ഇങ്ങനെ കോമ്പിനേഷൻ ഓഫ് ഡേറ്റ അനലിറ്റിക്സ്, ബിസിനസ് ഇന്റലിജൻസ്, കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ്, ഇതെല്ലാത്തിനും കൂടി പറയുന്നതാണ് ബിസിനസ് അനലിറ്റിക്സ്. വളരെ നേരത്തെ ഉണ്ട് ബിസിനസ് അനലിറ്റിക്സ്. ഇത് ഞാൻ ഇതിലേക്ക് പോവാം കേട്ടോ. യൂസേജ് ഉണ്ട്. ടു മേക്ക് ഡേറ്റ ഡ്രിവൺ ഡിസിഷൻ, convert available data into valuable information, eliminate guesswork, get faster answers to questions,
നമ്മൾ ഡേറ്റകളായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒറ്റ സെക്കൻഡ് കൊണ്ട് നമുക്ക് അറിയാൻ പറ്റും ഇന്നതാണ് ഇന്നത്തെ കോൺസെയാണ് ഇന്നത്താണ് ഏറ്റവും കൂടുതൽ ഇവിടുന്നാണ് ഏറ്റവും കൂടുതൽ റിസൾട്ട് ഇന്നയിച്ചല്ല. ഗെറ്റ് ഇൻസൈറ്റ് ഇൻ ടു കസ്റ്റമർ ബിഹേവിയർ, ഗെറ്റ് കീ ബിസിനസ് മെട്രിക്സ് റിപ്പോർട്ട് വെൻ ആൻഡ് വേർ നീഡഡ്. ഇതൊക്കെയാണ് എൻ്റെ ഇത് ചെയ്തു വെക്കണം എന്നുള്ളത്. നിങ്ങൾക്കത് ഞാൻ നേരത്തെ പറഞ്ഞതിന് കുറച്ച് അഡ്വാൻറ്റേജ് പറഞ്ഞതാണ്. ഇറ്റ് ഇമ്പാക്ട്സ് ഹോൾ ഓവർ ഇംപ്രൂവ് പ്രോഫിറ്റബിലിറ്റി, increase market share, provide better return, reduce overall cost, sustain in competition, monitor KPI. നമുക്കറിയാൻ പറ്റും ഏതാണ് കീ പെർഫോമൻസ്, എവിടെയാണ് അവിടേക്ക് നമുക്ക് ഫോക്കസ് ചെയ്യാം. റിയാക്ട് ടു ചേഞ്ചിങ് ട്രെൻഡ്സ് ഇൻ റിയൽ ടൈം. നിങ്ങൾക്ക് അനലൈസ് ചെയ്ത് കഴിയുമ്പോൾ എപ്പോഴും നിങ്ങൾ ഡാറ്റ എടുത്ത് അനലൈസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മൾ ക്യാമ്പയിൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ എറണാകുളത്താണ് ഏറ്റവും കൂടുതൽ ബിസിനസ്. പക്ഷെ നമ്മൾ ഒരു 5 മാസം കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി എറണാകുളത്തെ ബിസിനസ് കുറഞ്ഞു, ഇപ്പൊ ആലപ്പുഴ ജില്ലയിൽ നിന്ന് ബിസിനസ് കൂടി വന്നിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാൻ പറ്റും അപ്പൊ ആലപ്പുഴയിൽ ബഡ്ജറ്റ് കൂട്ടുക. അതാണ് റിയാക്ട് ടു ചേഞ്ചിങ് ട്രെൻഡ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആവണ്ടോ? ഇതിന്റെ അഡ്വാൻറ്റേജും കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കും. ഇതിന്റെ ഒരു ചാലഞ്ചസ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഡേറ്റേനെ നമുക്ക് കിട്ടുന്ന ഡേറ്റയുടെ ആക്യുറസിയിൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമുക്ക് കിട്ടുന്ന റോങ് ഡേറ്റ ആണെങ്കിൽ നമുക്ക് റോങ് ഔട്ട്പുട്ട് ആയിരിക്കും. അതാണ് ഡിഫിക്കൽട്ടി ഇൻ എൻഷുറിങ് ഡേറ്റ ക്വാളിറ്റി. നമ്മൾ തന്നെ ക്യാമ്പയിൻ ചെയ്ത് നമ്മുടെ ഡേറ്റയാണ് നമുക്ക് അതിന് ട്രസ്റ്റ് ചെയ്യാം. നമ്മൾ ഒരു തേർഡ് പാർട്ടി നമുക്ക് ഡേറ്റ തരികയാണെങ്കിൽ അവർ തരുന്ന ഡേറ്റ കറക്റ്റ് ആണെന്ന് നമുക്ക് അറിയില്ല. അപ്പോൾ അവിടെയാണ് അതിൻ്റെ ഒരു ട്രസ്റ്റ് ഫാക്ടർ. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ചാലഞ്ചസ് എന്ന് പറയുന്നത്. ബിസിനസ് ഹാസ് എ വൈഡ് റേഞ്ച് ഓഫ്, അതായത് ഡിസ്ക്രിപ്റ്റീവ് അനാലിസിസ്, പ്രെഡിക്റ്റീവ് അനാലിസിസ്, ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട 3 ടേമാണ്. നിങ്ങളൊന്ന് എഴുതി വെച്ചേരെ. ഡിസ്ക്രിപ്റ്റീവ്, പ്രെഡിക്റ്റീവ്, പ്രിസ്ക്രിപ്റ്റീവ്. ഡിസ്ക്രിപ്റ്റീവ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കുറച്ച് ഒരു ലാസ്റ്റ് 6 മന്തിന്റെ ഡേറ്റ നമുക്ക് കിട്ടി നമ്മൾ അതിനെക്കുറിച്ച് അനാലിസിസ് നടത്താൻ ഡിസ്ക്രിപ്റ്റീവ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഡേറ്റകളെ കുറിച്ച് അനലൈസ് ചെയ്യുമ്പോൾ ഇന്നതാണ് അതിന്റെ കാര്യങ്ങൾ എന്ന് മനസ്സിലാവും. അത് മനസ്സിലായി കഴിഞ്ഞുമ്പോൾ നമുക്കറിയാൻ പറ്റും ഇങ്ങനെ പോയാൽ നമുക്ക് ഇന്നതൊക്കെ സംഭവിക്കും നമുക്ക് അറിയാൻ പറ്റും. അതാണ് പ്രെഡിക്റ്റീവ് അനാലിസിസ്. നമുക്കറിയാൻ പറ്റും. പ്രിസ്ക്രിപ്റ്റീവ് എന്ന് പറഞ്ഞിട്ടാ ഇപ്പൊ നമുക്ക് ട്രെൻഡ് ചെയ്തപ്പോൾ ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത് നമ്മൾ ആലപ്പുഴയിലാണ്. പക്ഷെ ഏറ്റവും കുറവ് ബിസിനസ് അവിടെ ഏറ്റവും കൂടുതൽ ബിസിനസ് കിട്ടുന്നത് ചിലപ്പോൾ വേറെ ജില്ലയിൽ നിന്നായിരിക്കും. അപ്പൊ നമുക്കറിയാൻ പറ്റും ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നഷ്ടത്തിൽ വരും. അപ്പൊ നമുക്കറിയാം ഇൻസ്റ്റെഡ് ഓഫ് സ്പെൻഡിങ് ഇൻ അതർ ഡിസ്ട്രിക്ട് നമുക്ക് ആലപ്പുഴയിൽ കൂടുതൽ സ്പെൻഡ് ചെയ്ത കാരണം അവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ ബിസിനസ്. അപ്പൊ പ്രിസ്ക്രിപ്റ്റീവ് അനാലിസിസ് അതൊക്കെയാണ് നമ്മൾ ഇതിന്റെ അതൊരു ടെക്നിക്കൽ ടേം ആണ് 3 ഡിസ്ക്രിപ്റ്റീവ്, പ്രെഡിക്റ്റീവ് ആൻഡ് പ്രിസ്ക്രിപ്റ്റീവ് അനാലിസിസ്. പ്രെഡിക്റ്റീവ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഹെൽപ്പ് പ്രെഡിക്റ്റിംഗ് ദ ഫ്യൂച്ചർ കോഴ്സ് ഓഫ് ഇവന്റ്സ്. നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും ഇങ്ങനെ പോയി ഇന്നത് സംഭവിക്കും. ഡിസ്ക്രിപ്റ്റീവ് എന്ന് പറഞ്ഞിട്ട് സമ്മറൈസിങ് റോ ഡേറ്റ ടു മേക്ക് ഈസിലി അണ്ടർസ്റ്റാൻഡബിൾ, ഇന്റർപ്രറ്റബിൾ ബൈ ഹ്യൂമൻ. നമുക്കൊരു 6 മാസത്തെ ഡേറ്റ എടുത്തപ്പോൾ നമുക്ക് അതിന് ഡിസ്ക്രിപ്റ്റീവ് എന്ന് വെച്ചാൽ നമുക്ക് അറിയാൻ പറ്റും എവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ ബിസിനസ് വന്നേക്കണേ, അല്ലെങ്കിൽ എവിടെയാണ് ഏറ്റവും കൂടുതൽ സ്പെൻഡ് ആവണേ, നമുക്ക് എല്ലാം അറിയാൻ പറ്റും. അതാണ് ഡിസ്ക്രിപ്റ്റീവ്. അപ്പൊ അത് പഠിച്ചു കഴിഞ്ഞാൽ അത് ചെയ്ത് കഴിയുമ്പോൾ അനലൈസ് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും എന്താണ് സംഭവിക്കാൻ പോണത്. പ്രെഡിക്റ്റീവ് എന്ത് സംഭവിക്കും നമുക്ക് അറിയാൻ പറ്റും. നമുക്കറിയാൻ പറ്റും എന്തൊക്കെ ആക്ഷൻ എടുക്കണം. അതാണ് പ്രിസ്ക്രിപ്റ്റീവ്. ആ 3 ടേം നിങ്ങളൊന്ന് മനസ്സിൽ വെച്ചാൽ മതി. ഓക്കെ, ഇതാണ് അതിൻ്റെ ഒരു ജസ്റ്റ് ഒരു ബേസിക്. ഞാൻ പറഞ്ഞാൽ നിങ്ങൾ ടു മച്ച് തിയറിറ്റിലേക്ക് കൊണ്ടുപോകണില്ല. ഇതൊക്കെ നമ്മൾ പഠിക്കും. MS ആക്സസ് അല്ലെങ്കിൽ MS എക്സൽ, അതിന് പ്രധാനപ്പെട്ട ടൂളാണ് പിവറ്റ് ടേബിൾ. ഇതൊക്കെ നമ്മൾ പഠിക്കാനും പോകണം. സ്പ്രെഡ്ഷീറ്റ്, ഇതെല്ലാ കാര്യങ്ങളും നമ്മൾ പഠിക്കും കേട്ടോ. ഡേറ്റ മൈനിങ് ഞാൻ നിങ്ങൾ കൂടുതൽ തിയറിയിലേക്ക് കൊണ്ടുപോയി നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും. ഡേറ്റ മൈനിങ്, ടെക്സ്റ്റ് മൈനിങ്, ഫോർകാസ്റ്റിംഗ്, ഇതൊക്കെ നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മൾ പ്രാക്ടിക്കലാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇതാണ് ഒരു ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ ഞാൻ പറഞ്ഞത്. ഓക്കെ, നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. എനി ഡൗട്ട് ഉണ്ടോ? ടെക്നിക്കൽ ആവണമെങ്കിൽ അതും പറയാം. ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞില്ലേ ഡിസ്ക്രിപ്റ്റീവ്, പ്രെഡിക്റ്റീവ്, പ്രിസ്ക്രിപ്റ്റീവ്,
അതൊന്നും കൂടെ ഒന്ന് പറയാം. ഞാൻ ഒന്നും കൂടി പറഞ്ഞത് സിമ്പിൾ ആയിട്ട് തന്നെ പറഞ്ഞത്. വേറെ ആർക്കെങ്കിലും അതൊന്ന് നോട്ട് ചെയ്യാതിട്ട് എല്ലാവരും എഴുതാത്തവരൊന്നും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കും. ഞാൻ എഴുതാത്തവർ നോട്ട് ചെയ്ത് വെക്കാൻ പറയാൻ കാര്യം ആ ടേം നിങ്ങൾ ഒന്നും കൂടി മനസ്സിലാക്കാനാണ്. വളരെ പ്രധാനപ്പെട്ടതാണ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് അല്ല, ഇതിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ഒന്ന് എഴുതിയെടുക്കാം. ഒരു സെക്കൻഡ് ഞാനൊരു സാധനം സെക്കൻഡ് എക്സൽ റിബൺ ഡയലോഗ് ഓക്കെ. അതായത് എല്ലാരും ശ്രദ്ധിക്കുക, ഡിസ്ക്രിപ്റ്റീവ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ ആരാ ചോദിച്ച? ഫാത്തിമയാണോ? ആരാ ചോദിച്ച? അല്ല സാറേ, ഞാനാ ചോദിച്ചു. സുഖൈർ ചോദിച്ചു. ഓക്കെ. ഡിസ്ക്രിപ്റ്റീവ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു നിങ്ങളൊരു എഡ്യൂക്കേഷൻ സ്ഥാപനത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ നിങ്ങൾ ഒരു വർഷത്തെ ഡേറ്റ എടുത്തു. ഡേറ്റ എടുത്തപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി അവിടെ ഏറ്റവും കൂടുതൽ അഡ്മിഷൻ നടക്കുന്നത് MBA ആണ്. അതിനെയാണ് ഡിസ്ക്രിപ്റ്റീവ് അനാലിസിസ് എന്ന് പറയുക. ക്ലിയർ ആയോ? നിങ്ങൾ ഒന്നും കൂടി അതിന് അനലൈസ് ചെയ്തപ്പോൾ മനസ്സിലായി ഏറ്റവും കൂടുതൽ പൈസ നമ്മൾ ആഡിൽ സ്പെൻഡ് ചെയ്യുന്നത് BBAക്ക് വേണ്ടിയിട്ടാണ്. ക്ലിയർ? ഏറ്റവും കൂടുതൽ ആഡ് സ്പെൻഡ് ചെയ്യുന്നത് BBAക്കും ഏറ്റവും കൂടുതൽ അഡ്മിഷൻ കിട്ടുന്നതും MBAക്കുമാണ്. ക്ലിയർ? അപ്പോ നിങ്ങൾക്ക് മനസ്സിലായി ഇങ്ങനെ പോയാൽ നമ്മുടെ കച്ചവടം കുറച്ചും കൂടി നഷ്ടത്തിൽ പോകും. കാരണം നമ്മൾ അവിടെ BBAക്കാണ് ഏറ്റവും കൂടുതൽ ആഡ് മുടക്കണം, എന്നിട്ട് നഷ്ടത്തിലാണ്. MBAക്ക് നമുക്ക് ഏറ്റവും കൂടുതൽ അഡ്മിഷൻ ഉണ്ട്, അധികം സ്പെൻഡ് ചെയ്യുന്നില്ല. ഇങ്ങനെ പോയാൽ നമുക്കത് നഷ്ടത്തിലാവുമെന്ന് മനസ്സിലായോ? അതാണ് പ്രെഡിക്റ്റീവ് അനാലിസിസ്. പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും നമുക്ക്. ഇങ്ങനെ പോയാൽ പരിപാടി നഷ്ടത്തിലാവും. ക്ലിയർ ആയോ? അതിന്റെ പ്രിസ്ക്രിപ്റ്റീവ് അനാലിസിസ് എന്നിട്ടാ നമുക്ക് മനസ്സിലായി BBAക്ക് നഷ്ടത്തിലാണ്, അധികം സ്പെൻഡ് ചെയ്യണ്ട, നമുക്ക് MBAയിൽ കൂടുതൽ സ്പെൻഡ് ചെയ്താൽ കുറച്ചും കൂടി നല്ലതാണ്. അതാണ് പ്രിസ്ക്രിപ്ഷൻ. അതിന്റെ ഒരു പ്രിസ്ക്രിപ്ഷൻ അതാണ്. ഇപ്പൊ മനസ്സിലായോ? ഡോണ്ട് വറി, നമ്മൾ കുറച്ചും കൂടി ചെയ്യുമ്പോൾ കിട്ടിക്കോളും. അപ്പൊ നിങ്ങൾ എക്സൽ എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും. എക്സലിന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നിങ്ങൾ പഠിച്ചിരിക്കുന്ന ഒരു എക്സൽ അല്ല ഇപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്നത്. നിങ്ങൾ പഠിച്ചിരിക്കുന്നതായിരിക്കും. ഒരുപാട് രസകരമായിട്ടുള്ള ഒരു സാധനമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇതിൽ ആർക്കൊക്കെ എക്സൽ പ്രൊഫഷണലി പഠിച്ചിട്ടുണ്ട്? കോളേജിൽ വെച്ച് പഠിച്ചിട്ടുണ്ട്, അങ്ങനെയൊക്കെയല്ലേ പഠിച്ചേക്കണം. അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങൾ എന്തോരം പഠിച്ചാലും തീരാത്തതാണ് എക്സൽ. എക്സൽ വെരി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ്. ഇതാണ് നമ്മളൊരു എക്സൽ. നിങ്ങൾക്ക് എങ്ങനെ എക്സൽ ഓപ്പൺ ചെയ്യണമെന്ന് അറിയാലോ? ഓപ്പൺ ചെയ്യുന്ന എല്ലാവർക്കും അറിയാലോ ബേസിക്കലി. ഓക്കെ. എക്സല് എല്ലാവരും ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഞാൻ വളരെ ബേസിക് തൊട്ടാണ് പഠിപ്പിക്കുന്നത് കേട്ടോ. എക്സല് വളരെ ബേസിക് തൊട്ടാണ്. ഓക്കെ. ഇത് നിങ്ങൾക്ക് അറിയാലോ, ഏറ്റവും ടോപ്പിൽ ക്ലോസ് ചെയ്യുക, അതുപോലെ തന്നെ മിനിമൈസ് ചെയ്യുക. ഇത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അറിയുന്നതാണോ? ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ക്ലോസ് ചെയ്യുക, മിനിമൈസ് ചെയ്യുക, നോർമലി എല്ലാവർക്കും അറിയാവുന്ന കാര്യം. അതുപോലെ ഇവിടെ കുറച്ച് സാധനമുണ്ട്. ഇവിടെ ഇതിനെ പറയുന്നതാണ് ക്വിക്ക് ആക്സസ് ടൂൾ എന്ന് പറയും. QAT എന്ന് പറയും. കേട്ടോ? കേട്ടിട്ടുണ്ട്? വെരി ഗുഡ്.
ആക്സസ് ടൂൾ QAT എന്ന് പറയും. അറിയാത്തവരൊന്ന് എഴുതിയെടുക്കുക. അറിയുന്നവർ കുഴപ്പമില്ല, ജസ്റ്റ് അറിയാത്തവരൊന്ന് എഴുതിയെടുക്കുക. ഇതെന്താ നിങ്ങൾ അതുപോലെ തന്നെ ചെയ്യണം. ഓക്കെ, അതാണ് ക്വിക്ക് ആക്സസ് ടൂള്. നമ്മൾ അതിനെ കുറിച്ചൊക്കെ പഠിക്കും കേട്ടോ, പേടിക്കണ്ട. ഞാൻ എൻ്റെ എല്ലാ ബേസിക് കാര്യങ്ങളും കാണിച്ചു തരാം കേട്ടോ. അതുകൊണ്ട് അതാണ് ക്വിക്ക് ആക്സസ് ടൂൾ എന്ന് പറയാം. ഓക്കെ, അതുപോലെ നിങ്ങൾക്കറിയാം ഇവിടെ ഒരു ഫയൽ നെയിം ഉണ്ട്. സെക്കൻഡ്, ഇവിടെ ഒരു ഫയൽ നെയിം ഉണ്ട്. ഫയൽ നെയിം കണ്ടോ? ഇതിനാണ് ഫയൽ നെയിം എന്ന് പറയാം. നമുക്ക് ഒരു എക്സൽ എന്ന് പറയുന്നത്, അതിന് പറയുന്ന മറ്റൊരു പേരാണ് വർക്ക് ഷീറ്റ് എന്ന് പറയും. നിങ്ങൾ കേട്ടിട്ടുണ്ടെന്ന് അറിയില്ല. എക്സലിനെ പറയുന്ന മറ്റൊരു പേരാണ് വർക്ക് ഷീറ്റ്. അതുപോലെ തന്നെ ഇതിനെ പറയുന്നതാണ് ഫയൽ. അതുപോലെ നമുക്ക് ഒരു ഫയലിൽ എത്ര ഷീറ്റ് വേണമെങ്കിലും ആഡ് ചെയ്യാം. കിട്ടാത്ത നമുക്ക് എത്ര ഷീറ്റ് വേണമെങ്കിലും ആഡ് ചെയ്യാം. ഓക്കെ, ഇതിനെ പറയുന്നതാണ് ഷീറ്റ് എന്ന് പറയും. ഓക്കെ, ഇതിനെ മൊത്തത്തിൽ പറയുന്നത് വർക്ക് ബുക്ക് എന്ന് പറയും. വർക്ക് ബുക്ക്, ക്ലിയർ ആണല്ലോ? അതുപോലെ ഇവിടെ നമുക്ക് റൈറ്റ് സൈഡിൽ കണ്ടു, ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചെറുതാക്കാനും വലുതാക്കാനും പറ്റും. ഓക്കെ, സൂം ഇൻ ആൻഡ് സൂം ഔട്ട്, അതാണ് റൈറ്റ് സൈഡിൽ. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ താഴത്തേക്കും അതുപോലെ തന്നെ 100ലേക്ക് ആക്കി വെക്കാം. ഇനി ഇവിടെ നമുക്ക് പലതരത്തിലുള്ള പേജ് വ്യൂസ് സെറ്റ് ചെയ്യാം, പ്രിന്റ് വ്യൂ സെറ്റ് ചെയ്യാം. ഓക്കെ, ഇത് പ്രിന്ററിന്റെ ഞാനൊരു സെക്ഷൻ എടുക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഡെപ്തിൽ പറഞ്ഞു തരാം. ഇവിടെ നമുക്ക് ഈ താഴെയുള്ള ഓപ്ഷൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ നമ്മുടെ എക്സലിന് ഇത്തരം ഭാഗത്തിന് നമ്മൾ 4 ഭാഗമായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഇതിനെ പറയണതാണ് ടാബ് എന്ന് പറയും. എല്ലാവരും എഴുതി വെക്കുക, ടാബ്സ്. അതിനെ പറയണതാണ് ടാബ്സ് എന്ന് പറയും. ഇതിനെ മൊത്തത്തിൽ പറയുന്നത് റിബൺസ് എന്നാണ് കേട്ടോ. ഈ മുകളിൽ കാണുന്ന എല്ലാത്തിനെയും പറയണതാണ് റിബൺസ് എന്ന് പറയും. കണ്ട, ഈ ഭാഗത്തിന് മൊത്തം പറയുന്നത് റിബൺസ് എന്നാണ് പറയാം. ഓക്കെ ഓക്കെ, ഇതിനെ പറയണതാണ് എന്ത്? ടാബ്സ് എന്ന് പറയും. എല്ലാവരും എഴുതിയെടുത്തു കേട്ടോ. ഇതിനെ പറയണതാണ് ടാബ്സ്. ഓക്കെ, നിങ്ങൾക്ക് ചെയ്യാനുള്ള സമയം തരാം. അതുപോലെ തന്നെ ഇതിനെ പറയണതാണ് കമാൻഡ് ബട്ടൺസ് എന്ന് പറയും. ഇതിനെ പറയണതാണ് കമാൻഡ് ബട്ടൺസ്. അതൊക്കെ ഞാൻ പറഞ്ഞു തരും കേട്ടോ. കമാൻഡ് ബട്ടൺ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ അറിയാം. കണ്ടോ, ഇൻസേർട്ടിൽ ക്ലിക്ക് ചെയ്താൽ അതുമായി ബന്ധപ്പെട്ട കമാൻഡ് ബട്ടൺ കാണിക്കും. മനസ്സിലായോ? പേജ് ലേഔട്ടിൽ ക്ലിക്ക് ചെയ്ത് അതുമായി ബന്ധപ്പെട്ട കമാൻഡ് ബട്ടൺസ് കാണിക്കും. ഹോമിൽ ക്ലിക്ക് ചെയ്യുക, അതുമായി ബന്ധപ്പെട്ട കമാൻഡ് ബട്ടൺസ് കാണിക്കും. ഫോർമുലയിൽ ക്ലിക്ക് ചെയ്ത് അതുമായി ബന്ധപ്പെട്ട കമാൻഡ് ബട്ടൺസ് കാണിക്കും. ഹോമിൽ ക്ലിക്ക് ചെയ്ത് അതുമായി ബന്ധപ്പെട്ട കമാൻഡ് ബട്ടൺസ് കാണിക്കും. എന്താണ് കമാൻഡ് ബട്ടൺസ് മനസ്സിലായല്ലോ? എന്താണ് ടാബ്സ് മനസ്സിലായല്ലോ? എല്ലാവരും ക്ലിയർ ആണോ? ഇനി നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് അറിയില്ല, ഓരോ കമാൻഡ് ബോക്സുകളെയും കമാൻഡ് ബട്ടൺസിനെ അവരിങ്ങനെ ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, ക്ലിപ്പ് ബോർഡ്. ഇതൊരു ഗ്രൂപ്പാണ് ശരിക്കും. ഇത് കണ്ടോ, ഇതൊരു ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പ് തിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഈ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഈ സാധനം വരച്ചേക്കുന്നത്. മനസ്സിലായി? ഇത് കണ്ടോ, ഇതൊരു അലൈൻമെന്റിന്റെ ഒരു ഗ്രൂപ്പാണ്. അപ്പൊ അതിൽ അലൈൻമെന്റുമായി ബന്ധപ്പെട്ടുള്ളതാണ് വരാ. ഇത് സ്റ്റൈലിന്റെ ഒരു ഗ്രൂപ്പാണ്. അതാണ് ഗ്രൂപ്പായിട്ട് തിരിച്ചിരിക്കുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞ ആർക്കെങ്കിലും മനസ്സിലായോ? ഇൻട്രസ്റ്റിംഗ്. ഇനി ഇത് ഓരോ ഗ്രൂപ്പാണ്. കണ്ടോ, ക്ലിപ്പ് ബോർഡ്. ഇത് ഫോണ്ട്. ഇതിനെ കുറിച്ച് കുറച്ചും കൂടി അറിയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കോർണറിൽ ഒരെണ്ണം അവിടെ ക്ലിക്ക് ചെയ്താൽ കുറച്ചും കൂടി ഇൻഫോർമേഷൻസ് കിട്ടും. കണ്ടോ, അതിനെയാണ് പറയുന്നത് ഡയലോഗ് ബോക്സ് എന്ന് പറയും, ഡയലോഗ് ലോഞ്ചർ എന്ന് പറയും. കേട്ടോ, ഡയലോഗ് ലോഞ്ചർ. ഇനി നിങ്ങൾക്ക് അലൈൻമെന്റ് കൂടുതൽ കിട്ടുമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. കണ്ടോ, അപ്പൊ അലൈൻമെന്റുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇതിനെ കുറിച്ചൊക്കെ ഡെപ്തിൽ പഠിക്കൂട്ടോ, പേടിക്കണ്ട. ഞാൻ ജസ്റ്റ് അതിനെ കാണിച്ചിരുന്ന ഇവിടെ ക്ലിക്ക് ചെയ്ത് അതിനെ കുറിച്ച് ഒരുപാട് പഠിക്കും.
ക്ലിയർ ആയോ? Yes, sir. ഇത് ക്ലിയർ ആണല്ലോ. ഇനി നമുക്കിപ്പോൾ ഈ ടാബുകളൊക്കെ വേണമെങ്കിൽ ഹൈഡ് ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. ഇവിടെ ക്ലിക്ക് ചെയ്താൽ ഹൈഡ് ക്വിക്ക് ആക്സസ് ടൂൾ ബാർ വേണമെങ്കിൽ ഹൈഡ് ചെയ്യാം. കണ്ടോ? ഇനി നിങ്ങൾക്ക് ഷോ അത് വേണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കാണാം. ക്ലിയർ? ഷോ ടാബ്സ് ഉള്ളി. ക്ലിയർ? ഒരു സെക്കൻഡ്. ഒരു സെക്കൻഡ്. പോയി. ഒരു സെക്കൻഡ്. ഓക്കെ, ജസ്റ്റ് മുകളിൽ ക്ലിക്ക് ചെയ്താൽ വീണ്ടും അതിൻ്റെ വരും. വീണ്ടും നിങ്ങൾക്ക് ഇവിടെ ഷോ ക്വിക്ക് എക്സ്പ്ലോർ അടിച്ചതിൽ അത് മൊത്തം വരും. ക്ലിയർ ആയല്ലോ? ഇനി ഇത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞായിരുന്നു, ഇതാണ് ക്വിക്ക് ആക്സസ് ടൂൾ ബാർ എന്ന് പറയുന്ന ഈ ഭാഗം. ഈ ടോപ്പിക് കാണുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അത് കാണാം. അതിൻ്റെ തന്നെ മോർ കമാൻഡ് ക്ലിക്ക് ചെയ്ത് അത് കാണാം. ഞാൻ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് കുറച്ച് കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കണ്ട ക്വിക്ക് ആക്സസ് ടൂൾ ബാറിൽ എന്തൊക്കെയുണ്ട്? ഇത്തരം കാര്യങ്ങളുണ്ട് അല്ലേ? ടേൺ ഓഫ്, അൺഡു, റീഡും ഒക്കെ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ പുതിയൊരു ഐറ്റം ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യാം? ഇപ്പോൾ സെൻറ്റർ അലൈൻമെൻറ്റ് ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെ അതിൻ്റെ കൊണ്ട് ആഡുമ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ക്വിക്ക് ആക്സസ് ടൂൾ ബാറിലേക്ക് അത് വരും. എന്നിട്ട് ഓക്കെ അടിച്ച് കഴിഞ്ഞാൽ അവിടേക്ക് മുകളിലേക്ക് ഇത് വരും. നമുക്കതുപോലെ ഹൈഡ് ഒക്കെ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഫോൾഡർ എന്ത് പറ്റിയ ഇരിക്കട്ടെ. ഒരു സെക്കൻഡ്. ഓക്കെ, നിങ്ങൾ പോകണം. ഓക്കെ, ഇനി ഇത് ടൂൾ ബാർ കഴിഞ്ഞു, ഇത് കഴിഞ്ഞു, അടിയിലത്തെ കഴിഞ്ഞു. ഇനി ഇവിടെ ഏറ്റവും അടിയിൽ നിങ്ങൾ കണ്ടോ റെഡി എന്ന് കണ്ടോ? നമ്മൾ ഇവിടെ ഒരു സെല്ലിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ അത് റെഡി എന്ന് വരും. നമ്മളത് സെല്ലിൽ ടൈപ്പ് ചെയ്യാൻ റെഡി എന്നാണ് അർത്ഥം. നമുക്കിപ്പോൾ അവിടെ എന്തെങ്കിലും എഡിറ്റ് ചെയ്താൽ കണ്ടോ അവിടെ എഡിറ്റ് എന്ന് ഇവിടെ വരും. മനസ്സിലായോ? നമ്മളത് എഡിറ്റ് ചെയ്യാറായി എന്നുള്ളതാണ് അവിടെ കാണിക്കുന്നത്. നമ്മൾ വീണ്ടും അടുത്തതിൽ ക്ലിക്ക് ചെയ്ത് റെഡി എന്ന് കാണിക്കും. ക്ലിയർ ആണല്ലോ? ഇനി അതുപോലെ തന്നെ നമുക്കറിയാം ഇത് ഇവിടെ തൊട്ട് ഇവിടം വരെയുള്ളതൊക്കെ റോസ് ആണ്. നമുക്കത് അറിയാവുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ തൊട്ട് ഇവിടം വരെയുള്ളതൊക്കെ കോളംസ് ആണ്. ഇനി നമുക്ക് ഈ ഇതിനെ പറയുന്നതാണ്, ഇത് നമുക്ക് അറിയുന്നതാണ് ഒരു ആക്റ്റീവ് സെല്ല് എന്നാണ് ഇതിനെ പറയുന്നത്. ഇതൊരു സെല്ല് എന്നാണ്.
അതുപോലെ തന്നെ ഇതിനെ പറയുന്നതാണ് സെൽ റെഫറൻസ് എന്ന് പറയും. സെൽ റെഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സെല്ലിന്റെ പേരാണ്. അതായത് ഇപ്പൊ ഇവിടെ ക്ലിക്ക് ചെയ്ത് നമുക്ക് അറിയാൻ പറ്റും, ഇവിടെ C3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോളം പ്ലസ് റോ നമ്പർ ആണ് C3. ഇത് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ഇതിനെ കുറിച്ച് ഒരുപാട് ഡെപ്തിൽ പഠിക്കാൻ പോകുന്നതാണ് C3. അതുപോലെ തന്നെ അടുത്ത പ്രധാനപ്പെട്ട ബാർ ഇതാണ് ഫോർമുല ബാർ എന്ന് പറയും. ഫോർമുലകൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് നമുക്ക് പലതരത്തിലുള്ള ഫോർമുലകൾ കാണാൻ പറ്റും. ഏത് തരത്തിലുള്ള വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ വേണോ അല്ലെങ്കിൽ എല്ലാ തരത്തിലുള്ള നമുക്ക് കാണാൻ പറ്റും. ഞാൻ ഇതിനെ കുറിച്ച് ഒരു ബേസിക് ആണ് പറയുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ ഡെപ്തിൽ പഠിക്കാൻ പോകുന്നതാണ്. ഓക്കെ, ഇതാണ് ആക്റ്റീവ് സെൽ എന്ന് പറയാം. അതുപോലെ തന്നെ ഇതിനെ പറയുന്നതാണ് സെല്ലിന്റെ റെഫറൻസ് എന്ന് പറയും. സെൽ റെഫറൻസ് എന്ന് പറയും. അപ്പം നിങ്ങളെ ടേം കറക്റ്റ് ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. അതേപോലെ റോസ്, കോളംസ്, നമുക്ക് എത്ര റോസ് കോളംസ് ഉണ്ടെന്ന് പറയണമെങ്കിൽ കൺട്രോൾ പ്രസ് ചെയ്തിട്ട് റൈറ്റ് അടിച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. കണ്ടോ, മാക്സിമം കണ്ടോ XFD ഇത്രം വരെ ഉണ്ട്. ഓക്കെ, ഇനി എത്ര റോസ് ഉണ്ടെന്ന് അറിയണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും അടിച്ച് 10 lakh എത്രയും നമ്പർ 10,48,000 ഇത്രത്തോളം റോസ് ഉണ്ടെന്നാണ് അർത്ഥം. അപ്പൊ അത് നിങ്ങൾക്ക് ജസ്റ്റ് ചെയ്താൽ മതി. കൺട്രോൾ റൈറ്റ് ആരോ അടിച്ചു കഴിഞ്ഞാൽ റൈറ്റിലുള്ളത് മൊത്തം അറിയാൻ പറ്റും. കൺട്രോൾ ലെഫ്റ്റ് ആരോ അടിച്ചു കഴിഞ്ഞാൽ ലെഫ്റ്റിലുള്ളത് മൊത്തം അറിയാൻ പറ്റും. അത് കഴിഞ്ഞ് ഏറ്റവും ടോപ്പിലേക്ക് അടിച്ചു കഴിഞ്ഞാൽ അത് അറിയാൻ പറ്റും. അതുപോലെ നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് പിടിച്ചാൽ ഈ ഏറ്റവും ടോപ്പ് ലെഫ്റ്റിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് പിടിച്ചാൽ നമുക്ക് അറിയാൻ പറ്റും എത്ര റോസും എത്ര കോളംസ് ഉണ്ടെന്ന് നമുക്ക് അവിടെ കാണാൻ പറ്റും. എല്ലാവരും കാണണ്ട ഏറ്റവും ടോപ്പ് ലെഫ്റ്റില് കാണുന്നുണ്ടല്ലോ. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, അപ്പൊ ഇതാണ് ആക്റ്റീവ് സെല്ല്. അതുപോലെ തന്നെ ഇതാണ് ഓരോ സെല്ലിന്റെ പേരുകളാണ് കേട്ടോ. ഓക്കെ, ഇനി നമുക്കറിയാം എന്തെങ്കിലും നമുക്കൊരു നാവിഗേറ്റ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ റൈറ്റിലേക്ക് അടിച്ചു പോവാം. എത്ര വേണമെങ്കിലും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതേപോലെ ലെഫ്റ്റിലേക്ക് അടിക്കാൻ ലെഫ്റ്റിലേക്ക് അടിച്ചു പോവാം. അതിനാണ് നാവിഗേഷൻ എന്ന് പറയാം. താഴേക്ക് പോകണമെങ്കിൽ നമുക്ക് താഴേക്കും പോവാം. അതാണ് നാവിഗേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഡേറ്റകൾ എൻ്റർ ചെയ്യാന്നുള്ളതാണ്. നമുക്ക് സാധാരണ എക്സൽ എന്ന് പറയുന്നത് 3 തരം ഡേറ്റകളാണ് എടുക്കുന്നത്. ഒന്ന് നമ്പർ, 2 ടെക്സ്റ്റ്, 3 ഫോർമുല. ഈ 3 കാര്യമാണ് ബേസിക്കലി ഈ എക്സൽ സ്വീകരിക്കുന്ന 3 കാര്യങ്ങൾ കേട്ടോ. ഓക്കെ, ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ നെയ്യും ജാനുവരി, അതുപോലെ ഫെബ്രുവരി, നമുക്കറിയാം ഇതിങ്ങനെ താഴേക്ക് സ്ക്രോൾ ചെയ്ത് ഓട്ടോഫിൽ എന്ന് അറിയാം നമുക്ക്, അതല്ലേ. ഡിസംബർ വരെ എടുത്താൽ ഓട്ടോഫില്ലാണ്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ വേണമെങ്കിൽ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, ഓട്ടോഫിൽ ഓപ്ഷൻ ഉണ്ട്. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് വേണമെങ്കിൽ ഇപ്പൊ കോപ്പി സെല്ല് ചെയ്യാം. ഇപ്പൊ കോപ്പി സെല്ല് എടുത്തു കഴിഞ്ഞാൽ എല്ലാം കണ്ടോ ഒക്കെ ഫെബ്രുവരി ആയി. നമുക്ക് വേണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇതിനെടുക്കാം. ഡിസംബർ വരെയായി. നമുക്ക് ഓപ്ഷൻസ് എടുക്കാം. ഓപ്ഷൻസ് എടുത്തു കഴിഞ്ഞാൽ കോപ്പി സെല്ല് എടുത്തു കഴിഞ്ഞാൽ എല്ലാം ജാനുവരിയിലേക്ക് വരും. അതേപോലെ ഫുൾ സീരീസ് എടുത്തു കഴിഞ്ഞാൽ അത് ഫുള്ള് വരും. ഓക്കെ, ഇനി നമുക്ക് അതുപോലെ തന്നെ ജാനുവരി, മാർച്ച് ഇടാം. മാർച്ച് ഇട്ട് കഴിഞ്ഞാൽ ഒന്നരാടം രീതിയിൽ വരും. കണ്ട, ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് ആ രീതിയിൽ വരും. അതുപോലെ തന്നെയാണ് നമ്പർ ആയാലും.
10:30 ആണെങ്കിൽ നമുക്ക് അറിയുന്നതാണ്, എന്നാലും ഞാൻ ജസ്റ്റ് ഒരു കാണിച്ചിരുന്നതാണ് എല്ലാവർക്കും. കണ്ടോ? അപ്പൊ 10:30 ആ ഗ്യാപ്പിൽ വരും. ഇത് നമുക്ക് ഇവിടെ വേണമെങ്കിൽ 50 ഇട്ടാൽ ആ ഡിഫറൻസ് കാണിക്കും. ക്ലിയർ ആയല്ലോ? ഇതിന് നമുക്ക് ഓപ്ഷൻസ് വേണമെങ്കിൽ കൊടുക്കാം. കണ്ടോ? കോപ്പി സെല്ല് കൊടുക്കാം. ഇനി അതുപോലെ നമുക്ക് വേണമെങ്കിൽ ഡേറ്റ് ഇടാം. 10/05/2024 ഇടാം. കണ്ടോ? ഈ ഡേറ്റുകൾ ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി കയറി വരും. മാസം സെയിം ആയിരിക്കും, ഡേറ്റ് വരും. നമുക്ക് വേണമെങ്കിൽ അതിന്റെ വീണ്ടും ഓപ്ഷൻസ് ഇടാം. ഓപ്ഷൻസ് ഇട്ട് കഴിഞ്ഞാൽ ഫിൽ ഡേയ്സ്, ഇപ്പൊ ഡേയ്സ് മാത്രമാണ്. ഇനി നമുക്ക് വേണമെങ്കിൽ ഫിൽ വീക്ക് ഡേയ്സ് കൊടുക്കാം, അല്ലെങ്കിൽ ഫിൽ മന്ത് കൊടുക്കാം. മന്ത് കൊടുത്തപ്പോൾ കണ്ടോ ഓരോ മാസം കൂടി വന്നു. ഡേറ്റ് വന്നിട്ട് 10/10/10/10 ഇത് വന്നു. ഇനി നമുക്ക് വേണമെങ്കിൽ ഓരോ അടുത്ത കൊടുക്കാം ഫിൽ ഇയേഴ്സ്. കണ്ടോ 24, 25, 26, 27, 28 അങ്ങനെ വരും. ആ ഡേറ്റ് വരും. അത് ക്ലിയർ ആയല്ലോ? എനി ഡൗട്ട്? No, sir. ഓക്കെ. ഇനി അതുപോലെ തന്നെ നമുക്കിവിടെ ഫോർമാറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മാറ്റണമെങ്കിൽ ഇവിടെ ഒരു ഫോർമാറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. കണ്ടോ? ക്ലിയർ ഓൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ക്ലിയർ ഓൾ കൊടുത്താൽ കഴിഞ്ഞാൽ കംപ്ലീറ്റ് ക്ലിയർ ആവും. നമ്മളിത് മൊത്തം സെലക്ട് ചെയ്യാം. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ക്ലിയർ ഓൾ കൊടുക്കാം, ക്ലിയർ ഓൾ ഫോർമാറ്റ് കൊടുക്കാം. ക്ലിയർ ഓൾ കൊടുത്താൽ കംപ്ലീറ്റ് ക്ലിയർ ആയി. ഇത് നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. മാർക്കറ്റിംഗ് SEO Facebook ഓക്കെ. ഇങ്ങനെ കൊടുക്കാൻ വേണമെങ്കിൽ നമുക്ക് പലതരത്തിലുള്ള കളറുകൾ കൊടുക്കാം. ഓക്കെ. ഇനി നമുക്ക് വേണമെങ്കിൽ ഇവിടെ സെലക്ട് ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ക്ലിയർ ചെയ്യാം. ഓക്കെ. അതുപോലെ തന്നെ ക്ലിയർ ഓൾ, ക്ലിയർ ഫോർമാറ്റ് ഉണ്ട്. ക്ലിയർ ഫോർമാറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഫോർമാറ്റ് മാത്രം പോകും. ക്ലിയർ. അതുപോലെ തന്നെ ക്ലിയർ കോണ്ടന്റ് കൊടുത്താൽ ക്ലിയർ കോണ്ടന്റ് പോകും, ഫോർമാറ്റ് അവിടെ നിൽക്കും. അതുപോലെ തന്നെ ക്ലിയർ ഓൾ കൊടുത്താൽ എല്ലാം പോയി. ഓക്കെ. അതുപോലെ ക്ലിയർ ലിങ്ക് ഉണ്ട്, അത് നമ്മൾ അതിന്റെ അഡ്വാൻസ് സെക്ഷൻ എടുക്കുമ്പോൾ ഞാൻ പറയുന്നതാണ് ക്ലിയർ. ഇനി അതുപോലെ തന്നെ നമുക്കിപ്പോൾ വേണമെങ്കിൽ 5, 6 ഇത്ര ഇട്ടു 9. ഇത് നമ്മളിപ്പോൾ ഇവിടെ സെലക്ട് ചെയ്തു. ഇവിടെ ഏറ്റവും അടിയിൽ കണ്ടോ ആവറേജ് കൗണ്ട് സം, ഇത് ഡിഫോൾട്ട് ഇവിടെ കാണിക്കും. നമ്മൾ നമ്പർ എടുത്ത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും അടിയിൽ ഇങ്ങനെ കാണിച്ചിട്ടുണ്ടാവും ആവറേജ് കൗണ്ട് സം. ബാക്കി നമ്മൾ ഫോർമുല ഉണ്ട്, ആ ഫോർമുല നമ്മൾ പഠിക്കുമ്പോൾ വേറെ കുറച്ച് കാര്യങ്ങൾ പഠിക്കും. പക്ഷെ ഞാൻ ഏറ്റവും ഒരു ബേസിക് കാര്യമാണ് ഇതിന്റെ കാണിച്ചു തരുന്നത്. എന്താണ് റിബൺസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എന്താണ് എക്സൽ, എന്താണ് വർക്ക് ബുക്ക്, എങ്ങനെ നമുക്ക് എത്ര സെല്ലുണ്ടെന്ന് കാണാൻ പറ്റും, എന്താണ് ആക്റ്റീവ് സെല്ല്, എന്താണ് സെല്ലിന്റെ റെഫറൻസ്, എന്താണ് ഫങ്ഷൻസ്, അല്ലെങ്കിൽ എന്താണ് ഗ്രൂപ്പ്, എന്താണ് ഡയലോഗ് ലോഞ്ചർ, ഇതിനെ കുറിച്ചിട്ട് ജനറൽ ആയിട്ട് ഒരു ഐഡിയ കിട്ടാനാണ്. ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ബേസിക് കോൺസെപ്റ്റ് മനസ്സിലാക്കാനുള്ളത്. അതുപോലെ എന്താണ് ഫോർമാറ്റ്, നമ്മൾ ഇതിനെ കുറിച്ച് എല്ലാത്തിനെയും കുറിച്ച് ഡെപ്തിൽ പഠിക്കും. അതുപോലെ എന്താണ് ഓട്ടോഫില്ല്. ഓക്കെ. ഇനി ഓട്ടോഫില്ല് ചിലപ്പോൾ ചിലയിടത്ത് ഓട്ടോഫില്ല് എനേബിൾ ആയിരിക്കില്ല. അപ്പോൾ നിങ്ങൾ എനേബിൾ ആണെന്ന് ഉറപ്പ് വരുത്തണം. അതിന് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫയലിൽ ക്ലിക്ക് ചെയ്യുക. ഫയലിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഓപ്ഷൻസ് ഉണ്ട്, ഓപ്ഷൻസിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ അഡ്വാൻസ് എന്ന ഓപ്ഷൻ ഉണ്ട്. ഇവിടെ കണ്ടോ എനേബിൾ ഫിൽ ഹാൻഡിൽ സെൽ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ്. ഇത് എനേബിൾ ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് ഓട്ടോ ഫിൽ ഓപ്ഷൻ കിട്ടുള്ളൂ. അപ്പോൾ ചിലപ്പോൾ ചിലവർക്ക് ഓട്ടോ ഫിൽ കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ മേക്ക് ഷുവർ ചെയ്യണം ഇത് എനേബിൾ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്. ഓട്ടോ ഫിൽ എനേബിൾ ചെയ്തിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അത്യാവശ്യം ഒരു ഐഡിയ കിട്ടിയോ? ഒരു ബേസിക് സാധനം എല്ലാവർക്കും കിട്ടിയോ? എന്താണ് എക്സൽ ഷീറ്റിന്റെ ഒരു ബേസിക് കിട്ടിയോ? Yes, sir. Yes. എല്ലാവരും ഇതൊരു 10 മിനിറ്റ് ഒന്ന് ചെയ്യാമോ എക്സൽ ഷീറ്റിൽ?
ഇത്ര ഞാൻ പറഞ്ഞിരിക്കുന്ന കാര്യം നമ്മൾ വളരെ ഡെപ്തിൽ പഠിക്കാൻ പോകുന്നതാണ്. പക്ഷെ ബേസിക് കാര്യം എന്താണ് ക്വിക്ക് ആക്സസ്, അല്ലെങ്കിൽ എന്താണ് സൂം ഇൻ സൂം ഔട്ട്, എന്താണ് റെഡി, എന്താണ് താഴെ കാണിക്കുന്ന ആവറേജ് കൗണ്ട് ഇത്, അല്ലെങ്കിൽ എന്താണ് ഗ്രൂപ്പ്, അല്ലെങ്കിൽ ഇതൊക്കെ ഒന്ന് ടൈപ്പ് ചെയ്ത് എന്താണ് ഫോർമാറ്റ് മാറ്റാം. ഇനിയിപ്പോൾ നമ്മൾ ഇങ്ങനെ ഇവിടെ ടൈപ്പ് ചെയ്യും. ഇപ്പം നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഇവിടെ നമ്മൾ എഡിറ്റ് ചെയ്തു. ഇവിടെ നമ്മൾ ഇപ്പൊ എക്സാമ്പിൾ ടൈപ്പ് ചെയ്ത ഇന്റർനെറ്റ് ലീഡ്സ് ട്രെയിനിങ് കണ്ടപ്പോൾ നമുക്ക് ഇത്തരത്തിൽ ഇത് കൊണ്ടുവന്നില്ലെങ്കിൽ നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യണം, ഡബിൾ ക്ലിക്ക് അടിച്ചാൽ അത് ഓട്ടോമാറ്റിക്കലി ആ സൈസിൽ വരും. അതൊക്കെ നിങ്ങൾ ഇപ്പോൾ ട്രൈ ചെയ്യണം. നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യണം. എഡിറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ തന്നെ എഡിറ്റ് ചെയ്യാം. അല്ലെങ്കിലോ നിങ്ങൾക്ക് വേറെ രീതിയിൽ എഡിറ്റ് ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ എഡിറ്റ് ചെയ്താലും മതി. ഇവിടെ എഡിറ്റ് ചെയ്തിട്ട് നിങ്ങൾ എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ അവിടെ എഡിറ്റ് ആവും. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇങ്ങനെ നമുക്കത് എഡിറ്റ് ചെയ്യാം. ഇനി ഡിലീറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, സാധാരണ ക്ലിക്ക് ചെയ്തിട്ട് വെറുതെ ഡിലീറ്റ് അടിച്ച് കഴിഞ്ഞാൽ ഡിലീറ്റ് ആവും. നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്യാം, അതുപോലെ തന്നെ പുതിയത് ചെയ്യണമെങ്കിൽ ചെയ്യാം. ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ ഇപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് റൈറ്റ് ക്ലിക്ക് അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ ന്യൂ കമന്റ് ടൈപ്പ് ചെയ്യാം. അല്ലെങ്കിൽ ന്യൂ നോട്ട് ആയാലും മതി. കണ്ടോ, ദിസ് ഈസ് ടെസ്റ്റിംഗ്. ഓരോ സെല്ലിൽ നമുക്ക് എന്ത് ചെയ്യാം, നോട്ട് ടൈപ്പ് ചെയ്യാം. ഇത് നമുക്ക് വേണമെങ്കിൽ ഇവിടുന്ന് ഈ ഫോർമാറ്റ് സെല്ലിൽ കണ്ട ക്ലിയർ കമന്റ്സ് ആൻഡ് നോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് പോകും. ഇവിടെ കണ്ടു കഴിഞ്ഞാൽ ഇവിടെ ഇത് കണ്ടു നോട്ട് ഉണ്ടെന്നാണ് അർത്ഥം. നമുക്ക് വേണമെങ്കിൽ ഈ സെല്ല് സെലക്ട് ചെയ്തിട്ട് ഇവിടെ ക്ലിയർ കമന്റ്സ് ആൻഡ് നോട്ട് കൊടുത്തു അത് പോയി. ഓക്കെ, അപ്പൊ ഇപ്പൊ ഞാൻ ഈ പറയുന്നത് മാത്രമേ നിങ്ങൾ ചെയ്യാവൂ. അതിനൊരു ഫ്ലോ ഉണ്ട്. ആ ഫ്ലോയിൽ ചെയ്താലേ നമുക്ക് എല്ലാത്തിലേക്കും വരാൻ പറ്റുള്ളൂ. അപ്പൊ ആദ്യം തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒരു എക്സൽ ഷീറ്റ് അത് എല്ലാവരും എടുക്കുക. ഞാൻ ഈ പറയുന്ന എല്ലാ ഈ ഗ്രൂപ്പുകൾ കാര്യങ്ങളൊന്നും മനസ്സിലാക്കുക. ക്വിക്ക് ആക്സസ് ടൂൾ ഉണ്ട്. ഇതിന് നമുക്ക് വേണമെങ്കിൽ കസ്റ്റമൈസ് ചെയ്യാം. അതാണ് മോർ കമാൻഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് ഞാൻ അടുത്ത ടോപ്പിക് അത് കാണിച്ചു തരാം കേട്ടോ. എന്താണ് ഈ ടൂൾ ബാർ, എല്ലാ ടൂൾ ബാർ വരെ നമുക്ക് എല്ലാ ടൂൾ ബാറും നമുക്ക് വേണമെങ്കിൽ ഇതിനൊക്കെ എഡിറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ആദ്യം ഒന്ന് എല്ലാവരും 5 മിനിറ്റ് അതിനൊന്ന് ടൈം സ്പെൻഡ് ചെയ്യാം. ഓട്ടോ ഫില്ല് എനേബിൾ ആണെന്ന് നോക്കാൻ പറഞ്ഞത്. അത് എന്തിനാണ് നോക്കാൻ പറഞ്ഞത്? ഇവിടെ നമ്മൾ അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഡ്രാഗ് ചെയ്യില്ല, ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്യുമ്പോൾ അത് വരില്ല. മനസ്സിലായി. ക്ലിയർ ആയോ? അപ്പൊ അത് നിങ്ങൾക്ക് അറിയാത്ത കുറെ കാര്യങ്ങളുണ്ട്. നിങ്ങൾ അത് ട്രൈ ചെയ്യുമ്പോഴേ കിട്ടൂ. നമ്മൾ എക്സലിലാണ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പോകണം. എക്സലിലും പവർ ബി ഐയും. എക്സലിൽ ഒരു ഡേറ്റ എടുക്കണം, അതിനെ കൃത്യമായിട്ട് ഫിൽട്ടർ ചെയ്യണം, പല കാര്യങ്ങളും ചെയ്യാം. അതിനൊരു സിസ്റ്റം ഉണ്ട്. അത് നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞാലാണ് നിങ്ങൾക്ക് പറ്റുള്ളൂ. ഇനി അതുപോലെ തന്നെ നമുക്ക് പറയാൻ പറ്റും, ഒരു സ്ക്രീനിൽ 27 എണ്ണം കാണിക്കണം അല്ലേ? നിങ്ങൾക്ക് അടുത്ത പേജിലേക്ക് പോകണമെങ്കിൽ എന്ത് ചെയ്യണം, പേജ് ഡൗൺ അടിച്ചാൽ മതി. കണ്ടോ, അടുത്ത പേജിലേക്ക് വന്നു. ഇപ്പൊ 28 തൊട്ട് 51 53 വീണ്ടും പേജ് ഡൗൺ അടിക്കാം, അപ്പൊ അടുത്തേക്ക് പോകും. വീണ്ടും പേജ് അപ്പ് അടിക്കാം. ക്ലിയർ ആയോ? ഇപ്പൊ ഇവിടെ കാണുന്നത് എത്രയാണോ, എത്ര കോളം ഉണ്ട്, എ തൊട്ട് യു വരെയുള്ള കോളാണ് ടോപ്പിൽ കാണുന്നത്. ഇനി അടുത്ത സൈഡിലേക്കുള്ള കോളാണെങ്കിൽ നിങ്ങൾ കൺട്രോൾ റൈറ്റ് അടിച്ചാൽ മതി. കണ്ടോ, സോറി, കൺട്രോൾ പേജ് ഡൗൺ അടിച്ചാൽ മതി. അടുത്തേക്ക് പോകണമെങ്കിൽ ഓൾട്ട് പേജ് ഡൗൺ. അതെ, ഓൾട്ട് പേജ് ഡൗൺ അടിച്ചു കഴിഞ്ഞാൽ റൈറ്റിലേക്ക് പോകും. വീണ്ടും ഓൾട്ട് പേജ് അപ്പ് അടിച്ചു കഴിഞ്ഞാൽ ലെഫ്റ്റിലേക്ക് വരും. ഓൾട്ട് പേജ് ഡൗൺ റൈറ്റ്, മറ്റേത് കൺട്രോൾ അടിച്ചു കഴിഞ്ഞാൽ, അല്ല, വെറും പേജ് ഡൗൺ അടിച്ചു കഴിഞ്ഞാൽ താഴേക്ക് വരും. അടുത്ത 28 സെറ്റ് ഓഫ് റോ കാണിക്കും, വീണ്ടും അടുത്ത് കാണിക്കും. വീണ്ടും പേജ് ഡൗൺ അടിച്ച് വീണ്ടും കിട്ടും. ക്ലിയർ? ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ക്ലിയർ ആണ്. ഒന്ന് ട്രൈ ചെയ്യ് പ്ലീസ്. എക്സൽ വേറൊരു കോൺസെപ്റ്റ് ആണ് കേട്ടോ. നിങ്ങൾ ശരിക്കും ഞാൻ പറയുന്നത് മാത്രമേ ചെയ്യാവൂ. ഞാൻ നാളെ എന്ന് പറയുന്നത് ഇതിന്റെ സൂപ്പർ അഡ്വാൻസ് ആണ്. അപ്പൊ ഞാൻ പറയുന്നത് ശരിക്കും ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. എക്സൽ എടുക്കുക. എക്സലിന്റെ റെഫറൻസ് എന്താണ്, പേജ് റെഫറൻസ് ഇതെന്താണ്, ഷീറ്റ് എന്താണ്, ഷീറ്റ് 1 2 3 എന്താണ് ക്വിക്ക് ആക്സസ് എന്താണ് ഫോർമുല ബാർ എന്താണ് റിബൺ എന്താണ് ടാബ് എന്താണ് ഗ്രൂപ്പ് എന്താണ് ആക്റ്റീവ് സെൽ. ഇതാണ് ആക്റ്റീവ് സെൽ എന്ന് പറയുന്നത്. ഇവിടെ സെല്ലിന്റെ ഓരോ സെല്ലിനും ഓരോ പേരുണ്ട് ഇവിടെ. കണ്ടോ? ഇനി നിങ്ങൾക്ക് ഇപ്പൊ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സെല്ലിലേക്ക് പോകണമെങ്കിൽ ടൈപ്പ് ചെയ്താൽ മതി. A1000 എന്ന് കൊടുത്താൽ, ഇപ്പൊ നിങ്ങളൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ A4 എന്ന് കൊടുക്കുക. കണ്ടോ, 4 എന്ന് പറഞ്ഞ സെല്ലിലേക്ക് നമ്മൾ വന്നിട്ടുണ്ടാവും. അതേപോലെ തന്നെ
A100 കൊടുത്ത് നോക്കിയാൽ 100 എന്നുള്ള സെല്ലിലേക്ക് പോയിട്ടുണ്ടാവും. കണ്ടോ, നമ്മളിവിടെ 100 എന്നുള്ള സെല്ലിലേക്ക് വന്നു. ഇനി നമുക്ക് വേണമെങ്കിൽ A250 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ A250 സെല്ലിലേക്ക് പോയിട്ടുണ്ടാവും. കണ്ടോ, നമ്മൾ A250 സെല്ലിലേക്ക് വന്നു. നമുക്കിവിടെ സെല്ലിന്റെ പേര് കൊടുത്ത് എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് അവിടേക്ക് എത്താൻ പറ്റും. A1 നടത്താം. കണ്ടോ, ആദ്യത്തെ സെല്ലിലേക്ക് വന്നു. ക്ലിയർ ആണോ? സർ, ഞാൻ MS Excel ഓപ്പൺ ചെയ്തപ്പോ എനിക്ക് ഇങ്ങനെ ഒരു പേജ് അല്ല കിട്ടിയത്. ആ, എങ്ങനത്തെ പേജ് കിട്ടിയ? ഒരു സെക്കൻഡ് കേട്ടോ, എനിക്ക് അവിടെ കുറച്ച് സെറ്റിങ്സിൽ കാര്യങ്ങളൊക്കെ പറയണുണ്ട്. എനിക്കത് ക്ലിയർ ഒന്ന് കാണിച്ചതേ പ്ലീസ്. ഒരു സെക്കൻഡ്. ഷെയർ സ്ക്രീൻ. ഒന്ന് കാണിച്ചത്. കാണാൻ ഓക്കെ. പറ്റും. ഇത് ഓക്കെ അടിച്ചേ. ഇനി ഇതെടുത്ത് ഫയൽ എടുത്തേ. അതെടുക്ക്, അത് ക്ലിക്ക് ചെയ്തു. അതെ, ഓക്കെ. നിങ്ങളെല്ലാം ട്രൈ ചെയ്യാം കേട്ടോ. കൃത്യമായിട്ട് ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ ഭാഗവും നിങ്ങൾ നോക്കുക. ആദ്യം തന്നെ പോയി ടൈപ്പ് ചെയ്യല ചെയ്യേണ്ടത്. എന്താണ് മുകളിൽ ഓരോ ടാബ്, എന്താണ് ഓരോ ഗ്രൂപ്പ്, എന്താണ്, മനസ്സിലായോ? അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതേപോലെ തന്നെ ഏറ്റവും അടിയിൽ സൂം ഇൻ സൂം ഔട്ട് എന്താണ്. ഓക്കെ, ഇനി നിങ്ങൾ വെറുതെ ഒരു കുറച്ച് നമ്പർ അടിച്ചും അതുപോലെ റെഡി ഉണ്ട്. ഏറ്റവും അടിയിൽ ഏറ്റവും ബോട്ടം ലെഫ്റ്റിൽ റെഡി എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ റെഡി എന്ന് കാണിക്കുന്നതാണ്. ഏറ്റവും അടിയിൽ കണ്ടല്ലേ റെഡി എന്ന് പറഞ്ഞ സാധനമുണ്ട്. അതുപോലെ എന്താണ് റോസ്, എന്താണ് കോളംസ്, എന്താണ്. ഇപ്പൊ നിങ്ങൾ അവിടെ A1 എന്ന് കാണിക്കുന്നുണ്ടോ ആ സെൽ റെഫറൻസിൽ ഉണ്ടോ? അതായത് A എന്ന് പറയുന്ന കോളം, 1 എന്ന് പറയുന്ന റോ ആണ്. നിങ്ങൾ കുറച്ചും കൂടി ഒന്ന് താഴെ ആ സെല്ലൊന്ന് സെലക്ട് ചെയ്ത് നടുക്കായിട്ട് സ്ക്രീനിന് നടുക്കിലേക്ക് വന്ന് അവിടെ ക്ലിക്ക് ചെയ്ത് അപ്പോൾ കണ്ടോ E10 എന്ന് പറയുന്ന കോളവും 10 എന്ന് പറയുന്നതാണ്. ഇതിന് വേറൊരു പറയുന്ന എക്സൽ ഷീറ്റ് എന്ന് പറയുന്നത് റോസും കോളത്തിന് ഇന്റർസെക്ട് ചെയ്യുന്നതാണ്. അതാണ് സെല്ല് റെഫറൻസ്. അത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ആ സെൽ റെഫറൻസിനെ കുറിച്ച് വളരെ ഡെപ്ത് ആയിട്ട് നമ്മൾ പഠിക്കേണ്ടതാണ്. സെൽ റെഫറൻസ് ക്ലിയർ ആണോ? എല്ലാവരും ഒരു 10 മിനിറ്റ് ചെയ്യാമോ? 5 മിനിറ്റ് ചെയ്യാം സർ. മൈക്രോസോഫ്റ്റ് എക്സലും വേറെ വേറെയാണോ അതോ ഒന്ന് തന്നെയാണ് രണ്ടും? ഒന്ന് തന്നെയാണ്, മൈക്രോസോഫ്റ്റിന്റെ തന്നെയാണ്. അലങ്ങടയിൽ വേറെ സ്ക്രീൻ, ഇന്ത്യയിൽ വേറൊരു തരം സ്ക്രീനാണ് കാണിച്ചേ, കാണുന്നത്. വന്നിക്കണോ പക്ഷെ വന്ന് നിൽക്കണോ? വന്നിക്കണേ പക്ഷെ നിങ്ങള് രണ്ടാളും വേറെ, ഇന്ത്യയിൽ വേറൊരു തരം. കണ്ട മൈക്രോസോഫ്റ്റ് എക്സല് അതിന്റെ ഇതൊക്കെ മാറ്റുണ്ട് ഇവിടെ എന്തൊക്കെ. ഇത് ഏത് വെർഷൻ ഉപയോഗിക്കണേ? ഞാൻ അതൊന്നും എനിക്കറിയില്ല കേട്ടോ. ഇത് പഴയ വെർഷനാണ്. മറ്റൊരാൾ ഉപയോഗിക്കുന്ന ചിലപ്പോൾ ഇതാണ് വിൻഡോസ് 10ന്റെ ആയിരിക്കാം. അതന്നെ തോന്നുന്നു 10 തന്നെയാണ്. ഇത് നിങ്ങളുടെ പഴയതാണ്. അപ്പൊ ഇതിന് പ്രശ്നം ഉണ്ടാവോ? പ്രശ്നമൊന്നുമില്ല. നിങ്ങൾക്ക് അതിന്റെ വ്യൂസ് സെറ്റ് ചെയ്യേണ്ടി വരും. എല്ലാ ഹോം ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ പഴയ വെർഷൻ ആയിരിക്കും കാണിക്കുന്നത്. ഹോം ക്ലിക്ക് ചെയ്ത് അപ്പൊ ഇനി പുതിയത് വരെ എന്താ ചെയ്യാ? ഇത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യണം. നിങ്ങൾ പഴയ PC പഴയ കോൺഫിഗറേഷൻ ആയിരിക്കും അത്. അതുകൊണ്ടാണ് ഞാനിപ്പോ എങ്ങനെ ചെയ്യണ്ടേ? ഒരു മിനിറ്റ്, ഞാൻ വേറൊരു പരിപാടി നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് തരാം. ക്വിക്ക് ആക്സസ് എന്ന് പറഞ്ഞ മോളിൽ കണ്ടില്ല ഏറ്റവും ടോപ്പില്, അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് ഏറ്റവും ടോപ്പില് അതിന്റെ മുകളിൽ അതിന്റെ മുകളിൽ കണ്ട സേവ് എന്ന് കണ്ടോ? ഒരു സേവിന്റെ സാധനം കണ്ടോ? അതിന്റെ അറ്റത്ത് കണ്ടോ ഒരു ആരോ ഉണ്ടോ? ഇതോ? അവിടെ ക്ലിക്ക് ചെയ്യാം. നിങ്ങൾക്ക് അത് കസ്റ്റമൈസ് ചെയ്യാം. ക്ലിക്ക് ചെയ്യാം. കണ്ടോ? ഇനി അവിടെ മോർ കമാൻഡ് എടുക്കുക. ഷോ മോർ കമാൻഡ്സ് ഉണ്ടോ? ഇവിടെ നിങ്ങൾക്ക് അതിന്റെ എല്ലാ സാധനങ്ങളും കിട്ടും. അവിടെ പോപ്പുലർ കമാൻഡ് കണ്ടോ? അവിടെ ക്ലിക്ക് ചെയ്ത് അവിടെ ഓൾ അടിക്കാം. ഓൾ വരിയിരിക്കും. കണ്ടോ? ഓൾ കമാൻഡ്സ് കണ്ടോ? ഇവിടെ നമുക്ക് എല്ലാ കാര്യം വേണമെങ്കിൽ നിങ്ങൾ അതിലേക്ക് ആഡ് ചെയ്ത് ഇടാം കേട്ടോ. നിങ്ങൾക്ക് ഇപ്പൊ ക്വിക്കിൽ കിടക്കുന്നത് അത്രേ ഉള്ളൂ. ക്വിക്കിൽ നിങ്ങൾക്ക് ഇപ്പൊ സേവ്, അൺഡു, റീഡും ഉണ്ട്. ഇനി നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഇനി ഒന്നും കൂടി ഓൾ കമാൻഡോടെ ക്ലിക്ക് ചെയ്ത് കമാൻഡ്സ് നോട്ട് ഇൻ ദ റിബൺ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇതിൽ വേറെ എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ ക്ലിക്ക് ചെയ്ത് അവിടെ ആഡ് ചെയ്ത് ക്യാൻസൽ ചെയ്തോ.
അതല്ല എനിക്ക് നിങ്ങളെ പോലെ വരണമെങ്കിൽ എന്താ ചെയ്യാ? നിങ്ങളത് ഏതാ വെർഷൻ ഏതാ? ബാക്കി ആർക്കെങ്കിലും ഇതുപോലെ കിട്ടിയിട്ടുണ്ടോ? ഇല്ല ഇല്ല. നിങ്ങളുടെ ഏതാ വെർഷൻ ഏതാ? സർ അത് 2007 ആണെന്ന് തോന്നുന്നു വർഷം. ആ പഴയതാണ്. പുതിയത് വരാൻ എന്താ ചെയ്യണ്ട്? ഒരു സെക്കൻഡ് കേട്ടോ. നിങ്ങളുടെ അതിൽ പക്ഷെ ആ ഹോം ക്യാൻസൽ ചെയ്ത് ഇത് ക്യാൻസൽ ചെയ്ത് ആ പേജ് ഹോം ക്ലിക്ക് ചെയ്ത് ഹോം. ആ ഒന്നില്ലേ? വന്നോ? ഏ ആ വന്നു, പക്ഷെ നിങ്ങളുടെ കഥ ആകുമ്പോ നിങ്ങളായി അത് ചെയ്യുമ്പോ അത് ഇതിലെങ്ങനെ? പേടിക്കണ്ട, ഇതിലെല്ലാം ചെയ്യാൻ പറ്റും. ഇൻസെർട്ട് ക്ലിക്ക് ചെയ്ത് കണ്ട അക്കത്തിലുണ്ടത്. ഹോം ക്ലിക്ക് ചെയ്ത് കണ്ട അവിടെ ക്ലിപ്പ് ബോർഡ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് കണ്ടോ? ആ കണ്ട്. അവിടെ അതിനാണ് പറയുന്നത് ഡയലോഗ് ലോഞ്ചർ. കണ്ടോ? ഞാൻ അത് ക്ലോസ് ചെയ്തു. നീ വീണ്ടും ഹോം ക്ലിക്ക് ചെയ്ത് കണ്ട അടുത്ത ഫോണ്ട് എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് ഉണ്ടോ? കണ്ട്. അതിന്റെ ഡയലോഗ് ലോഞ്ചറിൽ ക്ലിക്ക് ചെയ്ത് അതിന്റെ ഇൻഫോർമേഷൻസ് നമ്മൾ ക്ലിക്ക് ചെയ്ത് ഒന്നുകൂടി ഹോം ക്ലിക്ക് ചെയ്ത് കണ്ട അത് വന്നോടെ. മനസ്സിലാവണ്ടോ? നമ്മൾ ഇതിന്റെ ഈ ഫോർമാറ്റ് ഒക്കെ നമ്മൾ പഠിക്കും. ഫോർമാറ്റിലേക്ക് നമ്മൾ വരുന്നുണ്ട്. ഇപ്പൊ അതിന്റെ ഞാനൊരു ബേസിക് കാര്യങ്ങൾ കാണിച്ചതാണ്. ഫോർമാറ്റ് നമ്മൾ അതിന്റെ ഡെപ്തിലേക്ക് പഠിക്കും. നിങ്ങൾക്ക് ഞാൻ അതിന്റെ ഒരു ബേസിക് ഫംഗ്ഷൻ കാണിച്ചെന്താ. ഇത് ആർക്കൊക്കെ അറിയണവരുണ്ടായിരുന്നു? ഞാൻ ഇന്ന് പറഞ്ഞതൊക്കെ അറിയണവരുണ്ടായിരുന്നു പല ടേമുകളും. സർ എനിക്ക് അറിയാം കുറച്ചൊക്കെ സാർ, അറിയാം. അറിയാം സാർ, കുറച്ചൊക്കെ അറിയാം. എന്നിട്ട് സുൽഫി എന്ന് പറഞ്ഞേ എനിക്ക് കുറച്ചൊക്കെ അറിയാം. അറിയുന്നതാണല്ലോ. ഇവിടെ എക്സൽ യൂസ് ചെയ്യുന്നുണ്ടല്ലോ വർക്കിംഗ് ഡേറ്റാസ്. ഗുഡ്. ഇനിയിപ്പൊ നിങ്ങളെ പോലെ വരണമെങ്കിൽ ഞാനിപ്പോ എന്താ ഇപ്പൊ അത് ചെയ്യണ്ടേ? വേണ്ട. നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള സാധനം മതി. ആണോ? അതിലെല്ലാം ചെയ്യാം കേട്ടോ. അത് പുതിയ വെർഷൻ ആയതുകൊണ്ടുള്ള കുഴപ്പമാണ്, വ്യത്യാസമുള്ളൂ. ഹൃതിക്ക് കുറച്ചൊരു ഐഡിയ കിട്ടിയോ? സാർ കുറച്ചൊക്കെ അറിയാറുന്നത്. വെരി ഗുഡ്. ആ ഞാനത് തുടക്കത്തെടുത്തതിന് ശേഷം നിങ്ങളെ ബേസ് കളയണമെന്ന് പറഞ്ഞാൽ ചിലർക്ക് അറിയാത്തവർക്ക് കിട്ടണമെങ്കിൽ കിട്ടിക്കോട്ടെ. അത് നന്നായി സാറേ, മറ്റേതൊക്കെ ഒന്ന് ഓർമ്മ വന്നു പണ്ട്. ആ ഓർമ്മ വരും. പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നും കൂടി ചെയ്താലാണ് നിങ്ങൾ എക്സലിൽ കടന്ന് ശരിക്കും ചെയ്യാനുള്ളത് വേണം. ഓക്കെ സാർ. എല്ലാവരും ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ ശരിക്കും. ഇനി അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ എല്ലാവർക്കും ഞാൻ തുടക്കത്തെ കുറച്ച് കണ്ടെടുക്കണം. നമ്മൾ കുറച്ചും കൂടി ഇത് നാളെ ഇതിന്റെ വേറൊരു അഡ്വാൻസ് ലെവലായിരിക്കും എടുക്കുക. ഇനിയിപ്പോ അതേപോലെ നമുക്ക് ഡ്രാഗ് ചെയ്യാം. ഇപ്പൊ ഞാനിവിടെ ഇന്റർനെറ്റ് ലീഡ്സ് ട്രെയിനിങ് എന്ന് എഴുതി. നമുക്ക് ഇവിടെ വേണമെങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ വേണമെങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഇവിടെ കൊണ്ടുപോയി വേണമെങ്കിൽ ഡ്രാഗ് ചെയ്യാം. അപ്പൊ ചോദിക്കും ഓക്കെ അടിച്ചത് ഓക്കെ ആവും. ഇത് മനസ്സിലായല്ലോ? നമുക്ക് വേണമെങ്കിൽ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാം. അതുപോലെ തന്നെയാണ് നമുക്ക് വേണമെങ്കിൽ നമ്പർ വരെ ഡ്രാഗ് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യണം, ഓളോട്ടേക്ക് വരെ ഇവിടെ കൊണ്ടിടാം. എന്നിട്ട് ഓക്കെ അടിക്കാം. അതാണ് ക്ലിക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാം. ഞാൻ നേരത്തെ ഇങ്ങനെ വേറെ പറഞ്ഞ ഇപ്പൊ നമ്മൾ നേരത്തെ കാണിച്ചല്ലോ 20 30. ഓക്കെ. അതുപോലെ തന്നെ 40 80. ഓക്കെ. അതുപോലെ തന്നെ 90 200. ഓക്കെ. നമുക്ക് ഇതിന് ഒരുമിച്ചിട്ടായിരുന്നു നമുക്ക് എന്ത് ചെയ്യാൻ ഇങ്ങനെ ഇത് താഴേക്ക് എടുക്കാം. കണ്ടോ? അങ്ങനെയും പറ്റും. ഞാൻ ഈ പറയുന്നത് മാത്രം നിങ്ങൾ ചെയ്യാട്ടോ. ഞാൻ അടുത്ത നിങ്ങൾക്ക് അടുത്തടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാം. പറയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ശരിക്കും അതുമായിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്യാനാണ് ഞാൻ ഈ പറയുന്നത്. ഞാൻ ഈ പറയുന്ന ടേമുകൾ നിങ്ങൾ ഫെമിലിയർ ആവണം ആദ്യം തന്നെ. അതുപോലെ ഇപ്പൊ നിങ്ങൾക്ക് ഇതൊക്കെ അറിയുന്നതാണ് എല്ലാവർക്കും. ഇപ്പൊ ഷീറ്റ് 1 ഷീറ്റ് 2 അതിലേക്ക് അടുത്തേക്കൊക്കെ പോകാൻ പറ്റും. ഓക്കെ. അങ്ങോട്ട് നാവിഗേറ്റ് ചെയ്തൊക്കെ അറിയുന്നതാണ്. ഞാൻ ഏറ്റവും ബേസിക് പറഞ്ഞു എന്നുള്ളൊക്കെ. അതുപോലെ ഈ ആരോ ഇവിടെ നിറഞ്ഞായി കഴിഞ്ഞാൽ നമുക്ക് ആരോ അങ്ങോട്ട് റൈറ്റിലേക്ക് പോകാം. ഇതുപോലെ തന്നെ ഏറ്റവും ബേസിക് ഇവിടെ കാണിക്കും. സൂം ഇൻ സൂം ഔട്ട് കാണിക്കുക. എന്താണ് റോസ്, എന്താണ് കോളംസ്, അല്ലെങ്കിൽ എന്താണ് ടാബ്സ്, അല്ലെങ്കിൽ എന്താണ് ഇവിടെ ഉള്ളത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ക്വിക്ക് ആക്സസ് ടൂൾ കാണിക്കുക, അല്ലെങ്കിൽ ഇത് കണ്ട് ഇവിടെ നമുക്ക് സേവ് ചെയ്യാം, അൺഡു ചെയ്യാം. ഓക്കെ. ഇങ്ങനത്തെ കുറച്ചൊരു ബേസിക് കാര്യമാണ് ഞാൻ പറഞ്ഞത്. അല്ലെങ്കിൽ എന്താണ് ഫോർമാറ്റിംഗ്, എന്താണ് ക്വിക്ക് ലോഞ്ചർ. എല്ലാവരും ഒരു 5 മിനിറ്റ് ചെയ്യാം പ്ലീസ്.
അതുപോലെ തന്നെ നമുക്ക് ഈ ടാബ് ഉണ്ടല്ലോ, ഈ ടാബിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ എഡിറ്റ് ചെയ്യാം. അവിടെ നമുക്ക് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കട്ടോ. മോർ കമാൻഡ്സ് ഉണ്ട്. മോർ കമാൻഡ്സിൽ ഇവിടെ കസ്റ്റമൈസ് റിബൺ ഉണ്ട്. ഇപ്പൊ നമുക്ക് ഇവിടെ ഹോം ഉണ്ട്, ക്ലിപ്പ് ഉണ്ട്, എല്ലാവരും ഉണ്ടല്ലോ. ഇപ്പൊ ഇൻസെർട്ട് ഉണ്ട്. ഇപ്പൊ ഇവിടെ നമുക്ക് ഡ്രോ എന്ന് പറഞ്ഞ സാധനം നമുക്ക് വേണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡ്രോ എന്ന് പറഞ്ഞ ടോക്ക് അടിച്ചു കഴിഞ്ഞാൽ മുകളിൽ ഡ്രോ എന്ന് പറയുന്ന ഒരു സാധനം, ഒരു ഇത് വന്നിട്ടുണ്ടാവും. കണ്ടോ? ഡ്രോ എന്ന് പറഞ്ഞ ഒരു ടാബ് വന്നു അല്ലേ? നമുക്ക് ആ ടാബിൽ ഇനി വേറെ എന്തെങ്കിലും സാധനം എലമെന്റ് ആഡ് ചെയ്യണമെങ്കിൽ അതും പറ്റും. ഇപ്പൊ ഇവിടെ കസ്റ്റമൈസ് റിബൺമ ക്ലിക്ക് ചെയ്യുക, ഇവിടെ ഡ്രോയിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഡ്രോയിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഇപ്പൊ ഇമെയിൽ എന്ന് പറഞ്ഞ സാധനം അവിടെ ആഡ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാം? കൂടെ ആഡ് കൊടുത്താൽ അവിടെ അത് വരും. നമുക്ക് വേണമെങ്കിൽ പുതിയ ടാബ് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ പുതിയൊരു ഇതാണ്, നമ്മുടെ പുതിയൊരു ടാബ് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഈ ടാബിലേക്ക് വേണമെങ്കിൽ ഇപ്പോൾ വേണമെങ്കിൽ കട്ട് എന്ന് പറഞ്ഞ സാധനം വേണമെങ്കിൽ കൊണ്ടിടാം. കണ്ടോ? എന്നിട്ട് എന്ത് ചെയ്യാം? ഓക്കെ അടിക്കുക. കണ്ടോ? ഇവിടെ ന്യൂ ടാബ് വന്നു. ആ ടാബിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതോടെ കാണിക്കും. നമുക്ക് വേണമെങ്കിൽ അതിനടുത്ത് മാറ്റാം. അതാണ് ഈ ടൂൾ ബാർ എന്തിട്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ടാബ്സ് നമുക്ക് വേണമെങ്കിൽ മൊത്തം കസ്റ്റമൈസ് ചെയ്യാന്നുള്ളതാണ്. ന്യൂ ടാബ് നമുക്ക് വേണമെങ്കിൽ ന്യൂ ടാബ് എടുത്തിട്ട് മാറ്റിക്കളയാവും. റിമൂവ് അടിച്ചാൽ ഓക്കെ, ഓക്കെ അടിച്ചാൽ അത് പോകും. ക്ലിയർ? എല്ലാവരും ഒന്ന് ചെയ്യാം.